السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. സൂറത്തുൽ മാഇദ 43. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين. إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء. فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون. وكتبنا عليهم فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص، فمن تصدق به فهو كفارة له، ومن لم يحكم بما أنزل الله فأولئك هم الظالمون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും പൂർണ്ണ ഹിദായത്തിലായിട്ട് മരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കപടവിശ്വാസികളായ ആളുകൾ, അതുപോലെ തന്നെ യഹൂദികളായ ആളുകൾ അവരുടെ വിഷയത്തിലൊരു തീരുമാനത്തിന് അള്ളാന്റെ തിരുദൂതരുടെ അരികിലേക്ക് വിളിക്കപ്പെട്ടാൽ ഒരു വരാത്തതും, അള്ളാന്റെ തിരുദൂതര് എന്തെങ്കിലും പറഞ്ഞാൽ അവർ കേൾക്കാത്തതും, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു. അതിൽപ്പെട്ട ബാക്കി ഭാഗമാണെന്ന് നമുക്ക് പറയാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين.
വകൈഫ യുഹക്കിമൂനക. അല്ലാഹു തആല ചോദിക്കുകയാണ്, നബി തങ്ങളോട് പറയാണ്, ഒരു വലിയൊരു സത്യം നബിയെ ഉണർത്തുകയാണ്. വകൈഫ യുഹക്കിമൂനക, നബിയെ അവരെങ്ങനെയാണ് താങ്കളെ ഒരു വിധികർത്താവാക്കുക? ആക്കുകയാണ് വേണ്ടത്, എന്താണ് അവർ ആക്കാത്തത്? അവരുടെ പക്കല് തൗറാത്ത് എന്ന വേദമുണ്ട്. ഫീഹാ ഹുക്മുല്ലാഹ്, അതിലാവട്ടെ അള്ളാഹുവിന്റെ വിധികളുമുണ്ട്. അവരുടെ കയ്യിൽ തൗറാത്തുണ്ട്, ആ തൗറാത്തിൽ അള്ളാഹുവിന്റെ വിധികളുണ്ട്. സുമ്മ യതവല്ലൗന മിൻ ബഅദി ദാലിക, അതിനുശേഷവും അവർ അതിൽ നിന്ന് പുറംതിരിഞ്ഞു പോവുകയാണ്, അതിനെ അവഗണിക്കുകയാണ്. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അങ്ങനെയുള്ള ആ കൂട്ടർ അവർ വിശ്വാസികളല്ല. അതായത് അവരെ കയ്യിൽ തൗറാത്തുണ്ട്, അതിലാവട്ടെ അള്ളാഹുവിന്റെ വിധികളുണ്ട്, അതിനെ അവർ തള്ളുകയാണ്, അവഗണിക്കുകയാണ്. അവർ മോമിനീങ്ങളല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾ അവരിൽ വിധിക്കുക? ഓലെങ്ങനെ അത് സ്വീകരിക്കുക? അള്ളാഹുവിന്റെ വിധിയാണല്ലോ താങ്കളും പറയുന്നത്. അള്ളാഹിന്റെ വിധി അടങ്ങിയ ഗ്രന്ഥം ഓലെ കയ്യിലുണ്ടായിട്ട് അതിനെ ഒരു സ്വീകരിക്കാതിനെ അതിനെ അവഗണിക്കുമ്പോ പിന്നെ എങ്ങനെയാണ്? ഇപ്പൊ ഏതുപോലെ വെച്ചാല് ഒരാള് ഒരു വയസ്സായ ഒരു ഉമ്മാനോട് വളരെ പരുഷമായിട്ട് പെരുമാറി, നമുക്കതൊരു അത്ഭുതം തോന്നി. ഒരു പ്രായമായ ഒരു സ്ത്രീയോടൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ വേറെ ആള് പറയാണ്, അവനോട് നമ്മൾ പറയാണ്, എടാ അങ്ങനെ ഒരു വയസ്സായ ഉമ്മാനോടൊന്നും അങ്ങനെ പറയരുത്. അപ്പോൾ അവനെ തള്ളി പോകുമ്പോൾ വേറെ ആളെ നമ്മളോട് പറയാണ്, അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പം നിങ്ങൾ ഓനോട് ഒരു വയസ്സായ സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പറയാം? ഓൻ്റെ മനസ്സിലായി തല്ലിണ്ട ആളാണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നതുപോലെ അള്ളാന്റെ വിധി അടങ്ങിയ ഗ്രന്ഥം കയ്യിലുണ്ടായിട്ട് അതിനെ സൗകര്യത്തിനനുസരിച്ച് മാറ്റി മറിച്ച് വേണ്ടൊക്കെ എടുത്ത് ഒൽക്ക് വേണ്ടാത്ത തള്ളി, അങ്ങനത്തെ ആളുകളോട് അങ്ങ് വിധി കൽപ്പിച്ച എങ്ങനെയാണ് വിധി കൽപ്പിക്കുന്നത്? ഓലെങ്ങനെ സ്വീകരിക്കൂല. അപ്പോ അതിലെന്ത് ചെയ്യണ്ട? അങ്ങേക്കതിൽ പ്രയാസങ്ങളൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. ഒരു പ്രയാസമൊന്നും വേണ്ട. അപ്പൊ നമുക്കുണ്ടല്ലോ, നമ്മളെ എങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അതിൽ ഒരു മാറ്റമില്ലെങ്കിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. അപ്പൊ അതിൽ പ്രയാസപ്പെടേണ്ട നബിയെ, അതിന്റെ ഉള്ളുകള്ളികൾ ഇങ്ങനെയാണ്. ഒരിക്കൽ ഇതേ വിഷയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രയാസം വന്നു. ഇവരത് മാത്രമല്ല, മുശ്രിക്കീങ്ങളായ ആളുകൾ അവരിങ്ങനെ വല്ലാതെ പിന്നെ എതിര് നിൽക്കുകയാണ്. അപ്പോ ആ സമയത്ത് പിന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. അല്ലാഹു തആല അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാന്ത്വനം നൽകിയ ഒരു ഭാഗമുണ്ട്. അത് കിടക്കുന്ന എവിടെ? നിങ്ങൾ 357 പേജിൽ 54-ാമത്തെ ആയത്ത്, സൂറത്തുൻ നൂർ. മൂന്ന് 5-7 പേജ്. ഏറ്റവും മുകളിലായിട്ട് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين. അങ്ങ് പറഞ്ഞോളൂ നബി, നിങ്ങൾക്ക് ഇത്രേ കടമയുള്ളൂ എന്നാണ് അള്ളാഹു പറയുന്നത്. അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അള്ളാഹ്ക്ക് നിങ്ങൾ അനുസരണയുള്ളവരാകണം, റസൂലിനും നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പെടണം, റസൂലിനും. ഫഇൻ തവല്ലൗ, നിങ്ങൾ ഇനി പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഇവര് കാണിച്ചല്ലോ, പിന്നെ അള്ളാഹിന്റെ വിധിയിലേക്ക് വിളിച്ച ഒരു പിന്തിരിഞ്ഞു പോകാമല്ലോ.
അങ്ങനെ ആരാണെങ്കിലും മുശ്രിക്കീങ്ങളാകട്ടെ ഇവരാകട്ടെ ആര് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിലും അള്ളാഹു പറയാണ് ഫഇന്നമാ അലൈഹി മാ ഹുമ്മില, ആ നബിയുടെ മേലിൽ ഉത്തരവാദം ഏൽപ്പിക്കപ്പെട്ടത് നബിയുടെ ബാധ്യതയാണ്. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടത് നിങ്ങളെയും ബാധ്യതയാണ്. വഇൻ തുതീഊഹു, നിങ്ങൾ ആ നബിക്ക് വഴിപ്പെടുകയാണെങ്കിൽ തഹ്തദു, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, നബി റസൂലിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാണ്, നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചോളിയത്. അതായത് ഫഇന്നമാ അലൈഹി മാ ഹുമ്മില എന്ന നബിയുടെ ബാധ്യത എന്താ പറയുക, നിങ്ങൾ നബിക്ക് വരുന്ന സന്ദേശങ്ങൾ ജനങ്ങൾക്ക് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. വഅലൈക്കും മാ ഹുമ്മിൽതും എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ബാധകമാണ്. നമ്മളെ കടമ്പ എന്താ അറിയോ, അള്ളാന്റെ തിരുദൂതര് അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത് അതനുസരിക്കുക. അത് പൂർണ്ണമായിട്ടും അനുസരിച്ചിട്ട് അതേ ലെവലിൽ അതേ നിലപാടിൽ നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ നബി ധർമ്മം നബിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ സന്ദേശം നബിയുടെ കടമ നബി നിർവഹിച്ചില്ലെങ്കിൽ നബി കുറ്റക്കാരനാവും. അപ്പോൾ നബി തങ്ങൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കും. അനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഇത്, ചോദ്യം ചെയ്യല്ല. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാവും. നബിതങ്ങൾ പറയുന്നത് ഇവർ കേൾക്കാത്തതിൽ ഇവരെന്നെ അഭിമാനം കൊള്ളാണ്. അയാൾ കുറേ പറഞ്ഞല്ലോ, എന്നിട്ട് നമുക്ക് വലിയ ഫലം ഉണ്ടായോ? അപ്പോൾ അള്ളാഹ് പറയുന്നത് നബിൻ്റെ ബാധ്യത നിങ്ങൾക്ക് ഫലം ഉണ്ടാക്കിയിട്ട് നിങ്ങളങ്ങോട്ട് സ്വർഗത്തിക്കുക എന്നുള്ളതല്ല, പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വ്യക്തമായ ആ പ്രബോധനം അവിടെ പിന്നെ ബലാഗ് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ആ സന്ദേശം കൈമാറുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതിങ്ങനെ കേട്ടപ്പോഴേ ഒരു ആശ്വാസമായി. നമ്മൾ കടമ നമ്മൾ നിർവഹിച്ചാൽ മതി, അപ്പോൾ അതിൽ നിരാശയൊന്നും വേണ്ട എന്നുള്ള ഒരു രീതിയിൽ. അതന്നെയാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിക്കുന്ന ഈ ഭാഗത്തിനും പറയുന്നത്. ആ ചോദ്യം നോക്കി നബിയെ എങ്ങനെയാണ് നിങ്ങൾ അവരിൽ പിന്നെ വിധി പ്രസ്താവിക്കുക, അതായത് ഓരെങ്ങനെ നിങ്ങളെ സ്വീകരിക്കുക. ഓലെ കയ്യിൽ തൗറാത്തുണ്ട്, അതിൽ അള്ളാന്റെ ഹുക്മുണ്ട്, അതുപോലെ അവഗണിക്കുകയാണ്. അങ്ങനത്തെ അവര് അങ്ങയെ അവഗണിക്കുന്നതിൽ എന്തില്ല, അത്ഭുതമല്ല. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നു ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ, തീർച്ചയായിട്ടും തൗറാത്തിനെ നാം ഇറക്കിയിരിക്കുന്നു. ഫീഹ, ആ തൗറാത്തിലുണ്ട് ഹുദൻ വനൂർ, നോക്കൂ, മാർഗദർശനവും പ്രകാശവും ആ തൗറാത്തിലുണ്ട്. അങ്ങനത്തെ തൗറാത്തിനെ നാം ഇറക്കിയിരിക്കുന്നു. യഹ്കുമു ബിഹൻ നബിയൂൻ, ഒരുപാട് നബിമാര് അതുകൊണ്ട് വിധിച്ചു. അതായത് മൂസാ നബി മാത്രല്ല, മൂസാ നബിന്റെ ശേഷം ഇഞ്ചീൽ ഈസാ നബിക്ക് കൊടുക്കുന്നതിന്റെ ഇടയിൽ ധാരാളം നബിമാര് വന്നിട്ടുണ്ട്, ഒരുപാട് നബിമാര്. ഓൽക്കൊന്നും അല്ലാഹു തആല വേദഗ്രന്ഥം കൊടുത്തിട്ടില്ല. ഓൽക്ക് ഏതന്നെ കാരണം തൗറാത്തിൽ പറഞ്ഞ കാര്യം തന്നെ. അതായത് മൂസാ നബിന്റെയും ഈസാ നബിയുടെയും ഇടയിൽ ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്. ഓൽക്ക് പ്രത്യേക ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടില്ല. അവർക്കൊക്കെ അതന്നായിരുന്നു തൗറാത്താണ്. അതാണ് അള്ളാഹു പറയുന്നത്, തൗറാത്തിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട്. ഒക്കെ എന്തൊക്കെ നമുക്ക് വേറിട്ട് പറയാം. യഹ്കുമു ബിഹൻ നബിയ്യൂനല്ലദീന അസ്ലമൂ. ഇപ്പൊ ചിലര് വന്ന് പറയുന്നുണ്ടല്ലോ മുസ്ലിം ആകണമെന്നില്ല, സ്നേഹം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അള്ളാഹു പറയുന്ന നോക്കി, ആ നബിമാരെ പറ്റി പ്രത്യേകം, നബിമാരെ പറ്റി ഒന്നും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു തആല ധാരണ മാറ്റണം എല്ലാ കാലത്തുള്ള ആൾക്കാർക്കും. യഹ്കുമു ബിഹൻ നബിയ്യൂന, ആ തൗറാത്തിൽ പറഞ്ഞ ഹുദയും നൂറുണ്ടല്ലോ, അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിന് വേണ്ട, അതിനനുസരിച്ച് നബിമാര് വിധിച്ചു. എങ്ങനത്തെ നബിമാര്? അല്ലദീന അസ്ലമൂ. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ വിധേയത്വം, അതായത് പൂർണ്ണ മുസ്ലിമീങ്ങളായിരുന്നു. ലില്ലദീന ഹാദു, ആർക്കാണ് അവർ ഈ ഉപദേശങ്ങളൊക്കെ അതിനനുസരിച്ച് കൊടുത്തത്? യഹൂദികൾക്ക്. അവർ മാത്രല്ല, വറബ്ബാനിയൂന വല്ലഹ്ബാർ, റബ്ബാനിയങ്ങളും അഹ്ബാരിയങ്ങളും. റബ്ബാനിയ എന്ന പുണ്യവാളന്മാർ ഒക്കെ വേറിട്ട് നമുക്ക് പറയാം ഓരോന്നും. അഹ്ബർ എന്ന പുരോഹിതന്മാർ, ഹബർ പുരോഹിതൻ, അഹ്ബാർ പുരോഹിതന്മാർ. ബിമസ്തുഹ്ഫിളൂ മിൻ കിതാബില്ലാഹ് വകാനൂ അലൈഹി ശുഹദാ,
അള്ളാഹുവിൻ്റെ വേദങ്ങളിൽ നിന്ന് നോക്കൂ, അവർക്ക് പിന്നെ അവരിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അത് ആ പുരോഹിതന്മാരും അതുപോലെ തന്നെ പുണ്യവാളന്മാരും അവരിലുള്ള പ്രവാചകന്മാരും അത് യഹൂദികൾക്ക് പറഞ്ഞു കൊടുത്തു. അവരതിന് സാക്ഷികളുമാണ്. അത് പറഞ്ഞിട്ട് ഇതുവരെയുള്ള ഭാഗം പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള വിശദീകരിക്കാം. ഇവിടെ ഇപ്പോൾ അള്ളാഹു തആല പറയുന്നത്, തീർച്ചയായിട്ടും തൗറാത്തിനെ നാം മറക്കി, അതിലെന്തുണ്ട്? ഹുദയും നൂറും അതിലുണ്ട്. ഹുദ എന്ന് പറഞ്ഞാൽ പിന്നെ മാർഗദർശനം, ലലാലത്തുനിന്ന് അതിൻ്റെ നേരെ എതിര് ഹിദായത്ത് കിട്ടാൻ വേണ്ടൊക്കെ പിഴച്ച മാർഗത്തിൽ നിന്ന് ശരിയായ മാർഗത്തിലേക്ക് എത്തിക്കുക. അതാണ് ഹുദ എന്ന് പറയുന്നത്. ഹുദക്ക് തൗഹീദ് എന്ന് അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ അതിൽ ഹുദയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വം പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. പിന്നെ പറയുന്നത്, അള്ളാഹു പറയുന്നത് അതിൽ നൂറുണ്ട്. ഈ നൂറ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വിഷയം. പ്രകാശം എന്ന് പറഞ്ഞ ഉദ്ദേശം അത് ബയാനുൽ അഹ്കാം എന്നാണ്. വിധികളെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ധാരാളം വിധികൾ, ആ വിധികൾ ഇന്ന കാര്യങ്ങൾക്ക് എങ്ങനെ, കൊന്നാൽ എന്താണ്, ആക്രമിച്ചാൽ എന്താണ്, കള്ളു കുടിച്ചാൽ എന്താണ്, വ്യഭിചാരം ചെയ്താൽ എന്താണ്, അതിനൊക്കെയുള്ള ശിക്ഷകളെ പറ്റി അതിലെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് അള്ളാഹു തആല പറയുന്നത് അതിൽ നൂറുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അപ്പൊ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ തഫ്സീറിൽ വരുന്ന ഒരു കാര്യമാണ്, യഹ്കുമു ബിഹൻ നബിയ്യൂനല്ലദീന അസ്ലമൂ. നോക്കൂ, അള്ളാഹ്ക്ക് പൂർണ്ണ വിധേയത്വം കാണിക്കുന്ന, അതായത് മുസ്ലിമീങ്ങളായ പ്രവാചകന്മാർ, അല്ലാത്ത പ്രവാചകന്മാരില്ല. എന്നിട്ട് പോലും അവിടെ പറഞ്ഞത് എന്താണ്? എന്തിനാന്ന് വെച്ചാല് എല്ലാ കാലത്തും അള്ളാഹുവിന്റെ മതത്തിന്റെ പേര് ഇസ്ലാം എന്നാണ്. അപ്പൊ എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തതും ഏതന്നെയാണ്? ഇസ്ലാം എന്ന് പറയുന്ന ഈ മതം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ പുതിയ പുതിയ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഏതോ കുറച്ച് ഒന്നും തിരിയാത്ത കുറച്ച് ആളുകൾ വലിയ തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്ത് മുഹമ്മദ് നബി ഇസ്ലാം പ്രബോധനം ചെയ്തിട്ടില്ല, മുഹമ്മദ് നബി സ്നേഹാണ് എന്ത് ചെയ്ത് പ്രബോധനം ചെയ്തത്. അല്ലല്ല, അള്ളാന്റെ തിരുദൂതർ മാത്രമല്ല എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത് ഇസ്ലാമാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു സൽക്കാരപ്രിയനായിരുന്നു. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക പറഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ലൊരു സൽക്കാരപ്രിയനാണ്. ഭക്ഷണം ആർക്ക് കൊടുക്കാലോ നമുക്ക്? ഭക്ഷണം ആർക്ക് കൊടുക്കേണ്ടതിനും പ്രശ്നമില്ല. അപ്പോൾ മൂപ്പർ നല്ലോണം എന്ത് ചെയ്യും? ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഒരിക്കൽ മൂപ്പർ എന്ത് ചെയ്തു അറിയാം? നിങ്ങൾ മജൂസികളായ 200 ആളുകളെ എന്ത് ചെയ്തു? മജൂസികളായ 200 ആളുകളെ എന്ത് ചെയ്തു? ക്ഷണിച്ചു. 200 ആളുകളെ മജൂസികളെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്തതാണ് ഏത്? ഈ തീയാരാധന എന്ന് പറഞ്ഞാൽ. തീയാരാധന നടത്തുന്ന 200 ആളുകളെയാണ് മൂപ്പര് വീട്ടിലേക്ക് ക്ഷണിച്ചു. മൂപ്പർക്ക് ഈ മാടുകൾ കുറേ ഉണ്ടായിരുന്നു. മാടുകൾ എന്നാൽ കാള, മൂരി, പിന്നെ പശു, ഇതൊക്കെ. അപ്പോൾ മൂപ്പരെന്ത് ചെയ്തു അറിയോ? അറുത്തിട്ട് അത് നല്ല ഉഷാറായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ 200 പേർക്ക് കൊടുത്തു. ആശയപരമായിട്ട് നമുക്കെല്ലാം വിയോജിപ്പുള്ളതാണ്. പക്ഷെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് നല്ല ആഹാരം കൊടുത്തു. ഇസ്ലാമിൻ്റെ ഒരു നിലപാടും കൂടിയാട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവരെ കൂട്ടത്തിലുള്ള ഒരാള് ഇബ്രാഹിം നബിന്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയി. ഈ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാള് ചോദിച്ചു, പിന്നെ ഇബ്രാഹിം, അങ്ങ് ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാലും. ചിലർക്ക് ഷാപ്പാട് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. തിന്നാൻ കിട്ടിയാലും അവ തിന്നാൻ നല്ല കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? നല്ല ആവേശത്തിൽ ചോദിച്ചതാണ്, പിന്നെ എന്തേലും ഒന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ആണല്ലോ, നബിയോട് തങ്ങളോട് പറഞ്ഞിരുന്നു അങ്ങനെ, എന്ത് നബിയെ ഔസിനി യാ റസൂലല്ലാഹ്, നബി എന്തെങ്കിലും ഒന്ന് വസിയത്ത് ചെയ്യോ? അപ്പൊ നബി തങ്ങൾ എന്ത് ചെയ്യും? അയാൾക്ക് എന്താ ഏറ്റവും പറ്റിയത്? അയാൾക്ക് എന്തെങ്കിലും കുറവുകളോ പോരായ്മയൊക്കെ നബി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കും. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഞങ്ങളോട് എന്തെങ്കിലും ഒന്ന് കൽപ്പിച്ചാലും. അതിൽ ഇബ്രാഹിം നബി പറഞ്ഞു, ഉസ്ജുദൂ ലി റബ്ബി സജദത്തൻ വാഹിദ, നിങ്ങൾ എൻ്റെ റബ്ബിന് വേണ്ടി ഒരൊറ്റ സുജൂദ് ചെയ്താൽ മതി, എനിക്ക് കാര്യമായിട്ടൊന്നും വേണ്ട, ഒറ്റ സുജൂദ്.
അതിൽ ഒരു കുറച്ചൊക്കെ കഥ ഉണ്ട്. എൻ്റെ റബ്ബിന് ഒരൊറ്റ സുജൂദ് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് മാറി. 100 ആളുകളുണ്ടല്ലോ, അതിൽ നേതാക്കന്മാരിട്ട് ഓരോന്നിങ്ങനെ പുറത്തേക്ക് മാറി നിന്നിട്ട് അത് ഓൽക്കൊന്ന് പൊള്ളിയമാർക്കായി. അപ്പോൾ ചോദിച്ചു കുടുങ്ങിയമാർക്കായി സുജൂദ് ഇപ്പോൾ പിന്നെ അതിൻ്റെ തീനെ ആരാധിക്കുന്നവരാണ്. അപ്പോൾ ഇവർ ഒരല്പം അങ്ങോട്ട് മാറി നിന്നിട്ട് ഓല് ചർച്ച ചെയ്തു എന്താ വേണ്ടത്. പക്ഷെ അതിൽ ഓലൊരു തീരുമാനത്തിലെത്തി. അത് തഫ്സീറിൽ ഇങ്ങനെ കാണാം. ഓല് മുഷാവറ ചെയ്ത് കണ്ട് പോലെ ഉത്തരവാദപ്പെട്ട മറ്റുള്ളവരോട് പറയാണ്, ഇന്ന ഹാദർ റജുൽ, ഈ മനുഷ്യന്, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഖദ് സ്വനഅ മഅറൂഫൻ കസീറ, ധാരാളം നല്ല പ്രവർത്തനങ്ങൾ മൂപ്പര് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നല്ലോ, മാംസമൊക്കെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കൊടുന്നു കൊടുത്താണ്. വലോ സജദിനാലി റബ്ബിഹി സുമ്മ റജഅന ഇലാ ആലിഹത്തിന ലാ യളുറുനാ ദാലിക ബിശൈ. അദ്ദേഹത്തിന്റെ ദൈവത്തിന് നമ്മളൊരു സുജൂദ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ആരാധ്യ വസ്തുക്കളിലേക്ക് നമ്മൾ മടങ്ങുകയാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ഏതുപോലെ വെച്ചാൽ നമുക്കിങ്ങനെ തോന്നുകയാണ് ഇതാണ് ചെയ്തിട്ട് ഏതായാലും തൗബ ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. ഇതും കൂടിയാണ് ചെയ്യുക. ഒരു ബാറ് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് നല്ലോണം തൗബ ചെയ്ത് ഇനി ഏതായാലും നിർത്തണം, കുറേ ഇങ്ങോട്ട് കരുതൽ തുടങ്ങിയിട്ട് എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും ചിലപ്പോൾ. എന്ന് പറഞ്ഞ പോലെ ഏതായാലും ഇയാൾ ഇങ്ങനെയൊക്കെ നമുക്ക് സൽക്കരിച്ച ഉപകാരം ചെയ്യുന്നതിന് മനസ്സിലായി അയാളൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം അയാൾ റബ്ബിന് ഒരു സുജൂദാനം ചെയ്തു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ദൈവങ്ങളിലേക്ക് മടങ്ങിയാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇവർ 200 ആളുകളും സുജൂദ്, ഇവർ 200 ആളുകളും സുജൂദിലേക്കാണ് വീണപ്പോൾ ഇത് കണ്ടിട്ട് മഹാനായ ഇബ്രാഹിം നബി അള്ളാഹുവോട് ദുആയിരുന്നു, അല്ലാഹുമ്മ സയ്യിൻ സുദൂറഹും ബിൽ ഇസ്ലാം. ദുആണ് അവിടെ നമ്മൾ പോയിന്റ്. അല്ലാഹുമ്മ സയ്യിൻ സുദൂറഹും ബിൽ ഇസ്ലാം. അള്ളാഹുവെ ഇവരുടെ എല്ലാവരുടെയും ഹൃദയത്തെ ഇസ്ലാം കൊണ്ട് അലങ്കരിക്കണേ. ആ പോയിന്റ് നോക്കി നിങ്ങൾ. അവർക്ക് ഹിദായത്ത് കിട്ടാൻ വേണ്ടി ഇബ്രാഹിം നബി ദുആരിക്കുമ്പോൾ മതം ഏതന്നെയാണ് അവിടെ പറയുന്നത്? ഇസ്ലാമാ പറയുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി ഞങ്ങളെ വല്യപ്പയാണ്, ഞങ്ങൾക്കാണ് കൂടുതൽ ബന്ധം. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലൂടെ അങ്ങനെ യാക്കൂബ് നബിയിലൂടെ ഇബ്രാഹിം നബിയിലേക്ക് അടുക്കണമെന്നൊക്കെ പറയുന്ന വീമ്പ് പറയുന്ന ഈ ജൂതന്മാർക്ക് ഇതൊന്നും മറുപടി ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ മറുപടി. അവിടെ ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഇബ്രാഹിം നബി അപ്പൊ ദ്വാരുന്ന എന്താ? പടച്ചോനെ അല്ലാഹുമ്മ സയ്യിൻ ഖുലൂബഹും ബിൽ സുദൂറഹും ബിൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണ് ദ്വാരുന്നത്. ആ ദുആ അല്ലാഹു സ്വീകരിച്ചു, ദുആ സ്വീകരിച്ചു. ഇവർ സുജൂദക്ക് പോകുമ്പോൾ തീരുമാനം എന്തേനു? ഒരു സുജൂദ് ചെയ്യുക, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളതീ തന്നെ പോവാന്നാണ്. പക്ഷെ അവർ ഒറ്റൊന്നും മാറിയില്ല. അതുപോലെ എല്ലാവരും ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ആ മജൂസികൾപ്പെട്ട 200 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് അറിയുന്നത്. കാരണം അവരുടെ ഹൃദയത്തിൽ ഇസ്ലാമിനെ ഭംഗിയാക്കി കൊടുക്കണമെന്നാണ്. അതിന് വിധങ്ങൾ വരുന്നത് പോലെയാണ്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അബീ ജഹൽ ഔ ബി ഉമർ. അങ്ങനെയാണ് വിധങ്ങൾ എപ്പോഴും വരുന്നിരുന്നത്. ഒന്നുകിൽ അബൂ ജഹൽ അല്ലെങ്കിൽ അല്ലാഹുവേ ഉമർ, രണ്ടാരൊരാളെ കൊണ്ട് ഇസ്ലാമിന് ശക്തി നൽകണേ, ഇസ്സത്ത് നൽകണേ. അത് അല്ലാഹു സ്വീകരിച്ചു. അബൂ ജഹൽ കിട്ടുകയാണെങ്കിൽ അയാൾ വലിയ പ്രമാണിയാണ്, അങ്ങനെ കുറെ ആൾക്കാരെ കിട്ടും, കുറെ തൊഴിലാളികളുണ്ട് അയാൾക്ക്. ഉമർ റളിയല്ലാഹു അൻഹു ആണെങ്കിൽ ഭയങ്കര ധീരനാണ്, മൂപ്പര് പോകുന്നു എന്ന് പറയാൻ കുറെ ആൾക്കാർക്ക് ധൈര്യമാവും. അത് ഉമർ റളിയല്ലാഹു അൻഹു കിട്ടിയത്, മറ്റേ കിട്ടിയില്ല. മറ്റേ കിട്ടിയില്ല എന്ന് മാത്രമല്ല, മറ്റേ ആൾക്ക് അല്ലാഹു തആല വലിയ ശിക്ഷ കൊടുത്തു. സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ യഖറഉ മിന്നി ഇൻദ ഖുറൈശ്. ഖുറൈശി പ്രമുഖരുടെ റുഅസാഇ ഖുറൈശിന, ഖുറൈശി നേതാക്കന്മാർ അവിടെ ഇരിക്കുന്നുണ്ട് കഅബാലയത്തിന്റെ അവിടെ പോയിട്ട് മനോഹരമായിട്ട് ഇത് ഓതാ ആർക്കാ ധൈര്യമുള്ള ചോദിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഓതാറുണ്ട്. അവന് വിധങ്ങൾ ഇങ്ങനെ ഇഷാറത്താക്കി, നിങ്ങൾ ഇരിക്കുകയായിരുന്നു. ഒരു ചെറുപ്പക്കാരനാണ്, ഇവിടെ പോയി കണ്ട് അടി വാങ്ങേണ്ടത് കണ്ട് കുറച്ചുകൂടെയൊക്കെ അത് ഒരു വലുപ്പും കൂനലുമാണ് അറിയില്ല. നമ്മൾ ഉസ്താദിനെ ഉറപ്പിക്കാൻ പോയിട്ട് ഒന്നാണ്ട് പറഞ്ഞില്ലേ, പോരാ മിറാബിൽ നിന്നാണ് കാണൂല അറിഞ്ഞില്ല. വിവരം ഉണ്ടാവില്ല നമുക്ക്. വലിയ അടിച്ചൊക്കെ പോകാണം, ഒരു 4 ടർക്കിയൊക്കെ നട്ടാൽ നമുക്ക് ഇത് തോന്നുള്ളൂ. ആൾക്ക് ഇൽമുണ്ടോ തെക്കുണ്ടോ നോക്കിയാൽ മതിട്ടാ. ശൈലിയും വല്ല നോക്കണ്ട. ശൈലി ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവില്ല. തെക്കുണ്ടോ നോക്കിയാൽ മതി. ശൈലി കുറേ ഉണ്ടായിട്ടില്ല, തെക്ക് അല്ലെങ്കിൽ പോയില്ല. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവരും നോക്കേണ്ട അതാണ്. സൗദി ഓത്ത്, സൗദി ബാങ്ക്. ഇപ്പോൾ സൗദിയിലൊക്കെ ഇമാമുമാർ അതേ ഇതിലാണ് ഇപ്പോൾ കുത്തുപോതുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ തന്നെ. ഇപ്പോൾ
എന്നോടിപ്പോൾ നല്ല നിങ്ങൾ തന്നെ ഉള്ളൂ ഇപ്പോൾ പായ തോപ്പിട്ട് കണ്ടെന്നാണ് ഉച്ചക്കൊന്ന് ഉഷാറാക്കണമെന്നുള്ള മറ്റേണ്ടല്ലോ ഓലക്കിടുന്നത് പോലെ ജഗവകായിട്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞെന്ന് മാത്രം അതിൻ്റെ അടിയിലൊന്ന്. അപ്പോൾ അബ്ദുല്ലാഹിൻ മസൂദ് എന്ന നബി പറഞ്ഞു ഇരിക്കുക. അതിൽ വീണ്ടും നബി രണ്ടാമത് ചോദിച്ചു, ആ ഖുറൈശി നേതാക്കന്മാരുടെ അടുത്ത് ആരാ ഓതാം? അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഞാൻ ഓതാറുണ്ട്. ഇവരാണ് നല്ല കാര്യമായിട്ട് നല്ല ഓത്തുകാരനാണ്. ഇവരങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചാണ് ശൈലി. അവൻ നബി വീണ്ടും ഇഷാർത്താക്കി 3 വട്ടം ആവർത്തിന്ന ഓതികൊളിയായിരുന്നു. മൂപ്പര് വേഗം പോയിട്ട് റഹ്മാൻ സൂറത്ത് നല്ല ശൈലിയിൽ 31 വട്ടം ഫബിഅയ്യി റബ്ബിക്കുമാ ഓതി. ഓത്ത് കഴിഞ്ഞതിന് മുമ്പ് തന്നെ മൂപ്പർക്ക് അടി കിട്ടി. മൂപ്പര മൂക്കൊക്കെ തകർന്നു. അങ്ങനെ ചുണ്ടൊക്കെ പൊട്ടി ചോരൊക്കെ വന്ന് മൂപ്പര് കരീണുണ്ട് കേട്ടോ അടിയും കിട്ടിയിട്ടേ. അങ്ങനെ മൂപ്പര് തിരിച്ചു വന്നപ്പോൾ നബിക്കും കരച്ചിൽ വന്നു. പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ നബിതങ്ങൾ ഭയങ്കര വിഷമത്തിലാണ്, അദ്ദേഹം വിഷമത്തിലാണ്, എല്ലാവർക്കും പ്രയാസമായി. പക്ഷേ നബിതങ്ങൾ തന്നെ പറയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അരികിലേക്ക് വന്നു ലാഹിക്കൻ വ മുസ്തബിശിറൻ. ഇവരെല്ലാം ചിരിച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ അൻത തദ്ഹക്, ഓ ജിബ്രീൽ അങ്ങ് ചിരിക്കുകയാണ്, പക്ഷേ ഇബ്നു മസ്ഊദ് കരയാണ്, കണ്ടില്ലേ? അപ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞു, ഇന്നഹു സയഅലമു, തീർച്ചയായിട്ടും അവന് വഴി അറിഞ്ഞോളും. സാരല്ല, പറഞ്ഞ പോലെ സംഭവിച്ചത്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു നിർദ്ദേശം കൊടുത്താണ്. ആ ചിരിക്കാൻ കാരണം എന്താ? ഇനി ആ അബൂജഹലിന്റെ അവസാനം ആരെ കൈകൊണ്ട് തന്നെ വരണം? അബ്ദുല്ലാഹിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ കൈകൊണ്ട് വരും എന്നാണ് ആ സൂചന. അങ്ങനെ തന്നെ വന്നത്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. അല്ലാഹു പറയാണ്, അവന് അള്ളാന്റെ തിരുദൂതരുടെ നിസ്കാരം തടയുന്ന പ്രവർത്തനം അബൂജഹൽ നിർത്തുന്നില്ലെങ്കിൽ അവന്റെ കുടുമ പിടിച്ച് വലിക്കപ്പെടുന്നതാണ്. അതാണ് ബദറിൽ അവന്റെ കഴുത്ത് വെട്ടിയെടുത്തിട്ട് എന്ത് ചെയ്ത് വലിച്ചുകൊണ്ടായിട്ട് അള്ളാഹു താല കൊടുത്തു. ഇവിടെ വിഷയം എന്താ വെച്ചാൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഫലിച്ചു, അവർക്ക് ഇസ്ലാമിലേക്ക് അള്ളാഹ് വഴി കാണിച്ചു. നബി തങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചു. രണ്ടാളും കൂടി കിട്ടൂല എന്നറിയാം. ഒരാളേലും കിട്ടിയാൽ മതിയായിരുന്നു. അത് ഉമർ റളിയല്ലാഹു അൻഹു കിട്ടി, അബൂജഹലിനെ കിട്ടിയില്ല. അബൂജഹലിന് വൃത്തികെട്ട മരണം കൊടുത്തു. അപ്പൊ ഇവിടെ പ്രത്യേകം പിന്നെ തൗറാത്തിൽ നൂറുണ്ട്, ഹുദണ്ട്. ഒരുപാട് പ്രവാചകന്മാര്, ഏത് പ്രവാചകന്മാർ? പൂർണ്ണ വിധേയത്വം റബ്ബിന് സമർപ്പിച്ച പ്രവാചകന്മാർ അത് ആ ജനതക്ക് പറഞ്ഞു കൊടുത്തു, യഹൂദികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവിടെ എന്തുകൊണ്ടാണ് അവിടെ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അവരെന്തായിരുന്നാലും മുസ്ലിമീങ്ങളാവും. എന്നിട്ട് അത് പറഞ്ഞത് എന്താ? എല്ലാ കാലത്തും റബ്ബിന്റെ മതത്തിന്റെ പേര് ഇസ്ലാം എന്നതാണെന്നാണ്. എന്നിട്ടാ ചിലർ പറയേണ്ടത് അത് ഇപ്പൊ തുടങ്ങിയതാണ്, ഇസ്ലാം വേണമെന്നൊന്നുമില്ല. ധാര ഇവരൊക്കെ പഠിച്ചുവിടുന്ന ധാര സംഘപരിവാറിന്റെ ആൾക്കാർ പണം കൊടുത്തുകാണ്ട് പല ആൾക്കാരും വരും, പല ആളുകളും വരും, ഏതൊക്കെ രൂപത്തിൽ വരുന്നുണ്ട്. ആ വരുന്ന ആളുകൾ ചിലർക്കൊക്കെ അള്ളാഹു തലക്കുണ്ടാവും. നമ്മളെ പേരിൽ വല്ലാതെ നുണറിഞ്ഞു വന്ന ഒരാളുണ്ട്, ഞാൻ ദാരിമിയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് വെള്ളൊന്നീന് എന്നിട്ട് ക്രിസ്തുമാസത്തിൽ ചേർന്നു. അയാൾ ദാരിമിയെന്നല്ല, പഠിക്കാൻ പോയിട്ടുണ്ട്, അയാളെ ആട്ടി വിട്ടിട്ടുണ്ട്, ഗുരുതകരാട്ടിയിട്ട്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈ കുടുംബജീവിതം എങ്ങനെ. ഇസ്ലാമെന്ന് പോയ സുലൈമാൻ എന്ന് പറഞ്ഞ ആള് ക്രിസ്ത്യാനിയായി, പിന്നെ ക്രിസ്ത്യൻ പെണ്ണിനെ കല്യാണം കഴിച്ച് അവരാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മാതൃകാ ദമ്പതിമാരെന്ന് ഓലെന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. മോട്ടിവേഷൻ അങ്ങനത്തെയാണ്. പക്ഷെ ഓല പെരിയിൽ പൊരിഞ്ഞതല്ല എന്ന് ആരും അറിയില്ല. എന്താ പറയുക, നിങ്ങൾ സിനിമയിൽ ഓലെടുക്കുകയാണെങ്കിൽ ഓൽക്കൊക്കെ അടിച്ച് കയറാൻ അവാർഡ് കിട്ടും. കാരണം എന്താ വെച്ചാൽ അത്രക്കും അങ്ങനെയാ. ലൈവിൽ വന്നിട്ട് കുടുംബ പ്രശ്നം തീർക്കുകയാണ്. ഓല അവതരണം കേട്ടാണ്ടല്ലാവോ എന്തോ ഒരു ചങ്കാള ഓല് കണ്ടാവെന്ന് അറിയങ്ങൾ. ഓല് തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. പെരിയിൽ പോയപ്പോഴല്ലേ അറിഞ്ഞത്. അവസാനം ഇപ്പം എന്തായി, തല അടിച്ചു പൊട്ടിച്ചു ഇയാള് ഭാര്യന്റെ. ഇപ്പം ഇന്നലെ അയാൾ അഭിമുഖം പറയുന്നു, കുറേ കാലമായിരിക്കുന്നു പ്രശ്നം തുടങ്ങിയിട്ട്, ഓളങ്ങനെയാണ് ഓളിങ്ങനെയാണ്, അത്രക്കും മോശമാണ് ഇത്രക്കും മോശമാണ്, കൂടാതെ ജയിച്ചടിച്ചതാണ്. അള്ളാഹു തല കൊടുത്താണത്. എന്തൊക്കെ നുണറിൻ്റെ. അയാൾ ഒരു അഭിമുഖത്തിൽ അയാൾ പറയാണ്, ഞാൻ 8ാമത്തെ വയസ്സിലാണ് അറബി കോളേജിൽ പോയി. 8ാമത്തെ വയസ്സിൽ ഏത് അറബി കോളേജ്? പിന്നെ ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് ഒരു ചുക്കുഞ്ഞുണ്ടാകുമ്പോൾ തിരിയില്ല. എത്ര അറബി കോളേജ്, എത്ര ദർസ്, എന്താണ് ദാറുസലാം, ഇതൊന്നും അറിയില്ലല്ലോ. ഒന്നും അറിയില്ല, ഒന്നും അറിയാത്തത് പോലെയാണ്.
അവിടെ ചാനലുകാരൊക്കെ അങ്ങനെ തന്നെയുള്ള വിവരമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് എന്തൊക്കെ പൊട്ടത്തരം പറയും. ഉൽക്കതിനെ പറ്റിയൊന്നും ഒരു കാഴ്ചപ്പാടുണ്ടാവില്ല. പക്ഷെ പറയുമ്പോൾ ഭയങ്കര പറച്ചിലേക്കാറും. സമസ്ത മുഷാവറ പുനഃസംഘടിപ്പിച്ചു. ഒരു ചാനൽ പറയത്ത് പുനഃസംഘടിപ്പിക്കും. അതിൽ മരണപ്പെട്ടു പോയ ഉസ്താദുമാരെ ആ ദീക്ക് വേറെ ഉസ്താദുമാരെ കയറ്റിയതാണ്. പുനഃസംഘടിപ്പിക്കല്ല. എവിടെയല്ല ഈ ചങ്ങായിമാർക്കൊന്നും അറിയില്ല. എല്ലാ ജേർണലിസം പഠിച്ച ആൾക്കാരെ കാരണം എന്നാണ്ടല്ലോ ഇത് തിരിയുന്ന ആളുടെ മുന്നിൽ വഷളാകും എന്നേലും മനസ്സിലാക്കണ്ട. എങ്ങനെ പറയേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതില്ല. പിന്നെന്താ വിവാദങ്ങൾ ഉണ്ടാക്കുക. ഒന്നും അറിയാതെ ആണ് പറയുന്നത്, എന്തെങ്കിലും പറയാം. എന്നതുപോലെ ഇസ്ലാമിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരെന്തൊക്കെയാ പറഞ്ഞിരുന്നത്. പോട്ടെ, അവർക്കൊക്കെ അത് ഓരോരുത്തർക്കും ഇങ്ങനെ അള്ളാഹു തആല കൊടുക്കുക. 1.5 മാസം മുമ്പ് എറണാകുളത്തെ സ്കൂളിൽ വലിയ ചർച്ച, തട്ടടാത്ത. ഇപ്പൊ തൃശ്ശൂരിലെ വേറെ സ്കൂളാണ്. നമ്മളൊരു കുട്ടി തട്ടിട്ട് പോയിൻ്റെ തട്ടട്ട പേടിയാവും പറഞ്ഞത്. അപ്പം അങ്ങനെ അതിൻ്റെ പേരിൽ അന്ന് പ്രകടനം നടന്നപ്പോൾ പിന്നെ മതവും വിശ്വാസമൊക്കെ പുറത്ത് സ്കൂളിൽ വിദ്യാഭ്യാസം എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അന്ന് ആ പ്രകടനത്തിനെതിരെ സംഘപരിവാറിൻ്റെ ആളുകൾ വല്ലാതെ പറഞ്ഞിരുന്നു. ഇപ്പം തൃശ്ശൂരിൽ കറുത്ത തുണി എടുത്തു പോയ ഒരു കുട്ടിനെ ക്ലാസ്സിൽ കയറ്റാത്ത അവസ്ഥ വന്നപ്പോൾ സംഘപരിവാറിൻ്റെ ആൾക്കാർ സ്കൂൾക്ക് പ്രകടനം. എമ്മാതിരി പ്രകടനം അറിയാം. അതിൻ്റെ ബാനറുണ്ടെങ്കിൽ വിശ്വാസ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നറിയണ്ട. അമ്മായിക്ക് അടുപ്പിലും ദൂരാറിഞ്ഞല്ലോ. ഓൾക്ക് എന്തോ ആകാം, മറുപടി ഇല്ലല്ലോ. ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകന്മാർ ഏത് പൊട്ടൻ കിണറ്റിലാണ് ഒളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പുറത്തിറങ്ങിയിട്ടില്ല, ഇതുവരെ അറിയില്ല ചർച്ചയ്ക്ക്. കാരണം നല്ല ചോദ്യം വരുമെന്നറിയാം. എന്താ പ്രകടനം എന്നറിയാം. ഇതന്നെയാണ് ഇപ്പോൾ ഒരു മാസം മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇതന്നെയാണ് ഒരു മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ പഠിപ്പിച്ചോട്ടെ, കുട്ടികൾക്ക് നല്ല തുണിയൊക്കെ കറുത്ത തുണിയൊക്കെ എടുത്ത് ശബരിമലക്ക് പോകേണ്ട ഭക്തനായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അങ്ങനെ വന്നോട്ടെ. നമ്മളെ സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ തിരിഞ്ഞു വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തിരിയാത്ത കാടല്ലല്ലോ അത്, തിരിയാത്ത കാടല്ലല്ലോ. അപ്പം അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഓരോ ചാൻസ് കിട്ടുകയാണ്. ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി. അപ്പോൾ അതിൽ വനിതാ ഡോക്ടറുണ്ട്, മഫ്തൊക്കെ ഇട്ടിട്ട്. എന്നോട് തന്നെ ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു, ഓൻ്റെ ഒപ്പം പണിയെടുക്കേണ്ട ആൾ ചോദിച്ചാണ്, ഇത് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? അപ്പോൾ അതിന് എന്താ ചോദിച്ചതെന്താ വെച്ചാൽ, തട്ടം പേടിയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി തിരിഞ്ഞിനു. ഇതാണ് തട്ടം പേടിയാണ് എന്ന് ഞങ്ങൾ പറയേണ്ടത്. ഇപ്പം കണ്ടില്ലേ, മഫ്തട്ട ഒരു സ്ത്രീയാണ് സ്ഫോടനം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞു കണ്ടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഉസ്താദ് അതിനിപ്പോൾ എന്താ മറുപടി കൊടുക്കുക ചോദിച്ചു. നിങ്ങളൊന്നും പറഞ്ഞില്ലേ ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം തന്നെ കൊടുക്കട്ടെ. ആ തട്ടത്തോടൊന്നും നമുക്ക് ബന്ധമല്ല. ഞാൻ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിയാണ്. ഏത് ഇതേപോലെ ഇതിലേറെ വലിയൊരു സ്ഫോടനമാണ് മലേഗാവ് സ്ഫോടനം. മലേഗാവ് സ്ഫോടനത്തിലെ 1-ാം പ്രതി സ്വാമി അഭിമാനന്ദൻ നല്ല കാഷായ വേഷം ധരിച്ചിട്ട് മക്കാമസി 2 ഉണ്ട്. അതിൻ്റെ സ്ഫോടനത്തിലെ പ്രതി ഇയാളാണ്, ഹരിസ്വാമി അഭിമാനന്ദ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയാളെ വേഷം കാഷായ വേഷമാണെന്ന് കരുതിയിട്ട് എല്ലാ കാഷായ വേഷക്കാരെയും നമ്മളിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ വേഷത്തെ ചൂഷണം ചെയ്യുന്നതിലും മറ്റുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തട്ടം തീരെ ഇടാത്ത, ബാക്കിയൊക്കെ മറിച്ച് തട്ടിടാത്തവരിൽ നിന്ന് വല്ലത് വരുന്നുണ്ടല്ലോ. എല്ലാവരും കുറ്റക്കാരാകുമോ? എല്ലാവരും കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെ ചോദിച്ചാലേ ഇതൊന്നും വലിയ കാര്യമില്ല. ഇങ്ങനത്തെ തട്ടത്തോടൊന്നും നമുക്കൊട്ട് ബന്ധം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അതിൻ്റെ നിജസ്ഥിതി തന്നെ നമുക്കറിയില്ല. അവർക്ക് എത്രയിലും പങ്കുള്ള, എന്താണ് ഇപ്പോൾ അവിടെ നടന്നത്, ഇതൊന്നും നമുക്കറിയില്ല. നമുക്ക് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വരാൻ പോകുമ്പോൾ സ്ഫോടനം ഉണ്ടാകുമ്പോൾ തന്നെ പേടിയാണ്. കാരണം അതിലൊക്കെ പല തന്ത്രങ്ങളുണ്ടാവും. അധികാരം നിലനിർത്താനും മറ്റുമൊക്കെ എന്ത് കടുങ്കയും ചെയ്യാൻ പാടില്ലാത്ത. അതുകൊണ്ടാണ് ഒരു ഈച്ചക്ക് പോലും കയറാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ അക്രമകാരികൾ എന്ന് പറയുന്ന ആളുകൾ എത്തരും പൊട്ടിക്കലൊക്കെ നടക്കുന്നത്. ഒരു കണ്ണീമ്പലുണ്ടല്ലേ അൽഫ. അള്ളാഹു ആലം. ഏതായിരുന്നാലും അത്രയുള്ള ഇതിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചില പുത്തൻ കൂറ്റുകാർ വന്നുകാണ്ട് പറയുന്നുണ്ടല്ലോ, മുസ്ലിം ആകണമെന്നില്ല, സുഹൃതം ചെയ്താൽ മതി. അങ്ങനല്ല. അവിടെ ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്, ആദം നബി പഠിപ്പിച്ചത് അങ്ങനെയാണ്. എല്ലാ നബിമാരും ഇവിടെയും പ്രത്യേകം പറയാണ്, മൂസാ നബിയുടെ തൗറാത്ത്, ആ തൗറാത്ത് പഠിപ്പിച്ച വേറെ കുറേ നബിമാർ നേരത്തെ വന്നവർ, അവരൊക്കെ ആരായിരുന്നു? മുസ്ലിങ്ങളായിരുന്നു. അതായത് വിധേയത്വം കാണിക്കുന്നവരായിരുന്നു അവർ. ലില്ലദീന ഹാദൂ, യഹൂദികളായ ആളുകൾക്ക്, ജൂതന്മാരായ ആളുകൾക്ക് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്തു. അവർക്കും ആ നബിമാരൊക്കെ വിധി പ്രഖ്യാപിച്ചത് ഇതിനനുസരിച്ചാണ്. വർറബ്ബാനിയൂൻ, പുണ്യവാളന്മാർ
എന്താണ് പുണ്യവാളന്മാർക്ക് റബ്ബാനിയൂൻ എന്ന് പറയുന്നത്? അത് പറയാൻ കാരണം എന്താ നിങ്ങൾ? അത് റബ്ബെന്ന് വന്നതാണ്. റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളയുള്ളോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ഒന്ന്, റബ്ബിലേക്ക് അവർ വളരെ അധികം പുണ്യം ചെയ്ത് അടുത്തത് കൊണ്ടാണ് അവര് റബ്ബാനിയൂന എന്ന് പറയുന്നത്. ഒരു കാരണം അതാണ്. ഇനി അത് മാത്രല്ല അവര് എന്ത് ചെയ്യും? സൃഷ്ടികളെ അവര് തർബിയത്ത് ചെയ്ത് എടുക്കും, കടഞ്ഞെടുക്കാറില്ല നമ്മള്. അതുകൊണ്ടാണ് അവരെ പറ്റി റബ്ബാൻ. ഇപ്പൊ ഒരു റബ്ബ് എന്ന് പറഞ്ഞാൽ സാധാരണ രക്ഷിതാവ് എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഒരു രക്ഷിതാവിന്റെ കടമ എന്താ? ഇപ്പൊ നമ്മളിപ്പോ ഒരു വാപ്പ രക്ഷിതാവുമ്പോൾ ആ കുട്ടികൾക്കൊക്കെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഓരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ഓല അവിടെ ഇവിടെ പോകുമ്പോലൊക്കെ ഒന്ന് നിരീക്ഷിക്കുക, അല്ലെ? ഓൽക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വളർത്തിക്കൊണ്ടുവരികയാണ്. എന്നതുപോലെ ഒരു പ്രവാചകന്മാരുടെ അതുപോലെ പണ്ഡിതന്മാരുടെ ഒക്കെ കടമ എന്താണ്? അവരുടെ കടമ അവരെന്ത് ചെയ്യണം? തർബിയത്താക്കണം. അവര് മറ്റുള്ളവരെ തർബിയത്താക്കിയിട്ട് അവരെ സംസ്കരിച്ചെടുക്കുകയാണ്. തിന്നാൻ കൊടുക്കലും മറ്റുമല്ല, ആത്മീയമായ ഭക്ഷണം കൊടുക്കണം. അത് നിർവഹിക്കുന്നത് കൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഈ റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥമുണ്ട്. ഒരർത്ഥം റബ്ബാനിയൂന എന്ന് പറഞ്ഞ ഉലമാ ആണെന്നാണ്. ഉലമാ. അപ്പോ യഹൂദികളെ നല്ല തഖ്വയുള്ള പണ്ഡിതന്മാർക്കാണ്, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കാണ് റബ്ബാനിയൂന എന്ന് പറഞ്ഞത്. കാരണം ഈ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ ഉമ്മത്തിൽ ഇനിയൊരു നബിമാരാരും വരാത്തത് കൊണ്ട് ഉലമാക്കളിലൂടെയാണ് അള്ളാഹു താല ഇത് നിലനിർത്തുന്നത്. ഖുർആനിൽ തന്നെ അള്ളാഹു പിന്നെ ചില ആയത്തുകളിലൂടെ അതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെപ്പറ്റി പറയുന്നുണ്ട്. കുറേ ആയത്തിൽ പറയുന്നുണ്ട്. അതിൽ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പിന്നെ അള്ളാഹു താല പറയുന്നുണ്ട്, ഈ ആളുകൾക്ക് അള്ളാഹു താല പരിശുദ്ധ ഇസ്ലാം നിലനിൽക്കാൻ ആവശ്യമായ രൂപത്തിൽ എന്ത് ചെയ്യും? നല്ല പണ്ഡിതന്മാരെ കൊണ്ടുവരുന്നതാണ്. അതിന് ഖുർആനിൽ തന്നെ അള്ളാഹു ഒരായത്തിൽ അത് പറയുന്നുണ്ട്. വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാതി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്ത്? അവരുടെ പൂർവീകർക്ക് പകരക്കാരെ കൊടുത്തതുപോലെ ഇവർക്കും എന്തെയും പ്രാതിനിധ്യം നൽകും എന്ന് വാക്ക് നൽകിയിരിക്കുന്നു. അത് ഈ ഉമ്മത്തിൽ, അതായത് മുൻഗാമികൾക്ക് അല്ലാഹു തആല പ്രാതിനിധ്യം നൽകിയതുപോലെ ഈ ഉമ്മത്തിനും പ്രാതിനിധ്യം നൽകും എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനാണ്. അവിടെ ആ ആയത്തിൽ, സൂറത്തുൻ നൂറിലെ ആയത്തിന്റെ തഫ്സീറിൽ കാണാം. ആ പ്രാതിനിധ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്താ അറിയോ? ഈ ഉമ്മത്തിൽ അല്ലാഹു തആല നല്ല ആലിമീങ്ങളെ നൽകുന്ന. അങ്ങനെ ആ ആലിമീങ്ങൾ വഴി അല്ലാഹുവിന്റെ ദീന് എന്ത് ചെയ്യും? ഇവിടെ നിലനിൽക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. അങ്ങനെയുള്ള ആലിമീങ്ങൾ മുമ്പുള്ളത് നൽകി എന്ന് പറഞ്ഞല്ലോ, അതുപോലെ എന്ന് പറഞ്ഞല്ലോ. അവരാണ് ആര്? ഈ റബ്ബാനിയങ്ങൾ. ഇതാണ് ഒരു വിശദീകരണം. പിന്നെ റബ്ബാനിയൂന എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഉദ്ദേശം എന്താ അറിയോ? സുഹാദീങ്ങൾ എന്നാകുന്നു. പണ്ഡിതന്മാർക്ക് അഹ്ബാറാണെന്ന് പറയാം. റബ്ബാനിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വലിയ വിവരമൊന്നുമില്ലെങ്കിലും അവര് പരിത്യാഗികളായിരിക്കും. പരിത്യാഗികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ട്. നമ്മൾ സന്യാസം എന്നൊക്കെ പറയല്ലോ, എല്ലാം ഒഴിവാക്കിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാം ഒഴിവാക്കണം എന്നില്ല. പക്ഷെ ഒരു വിഭാഗം ഓൽക്ക് ഹൈറാദയിക്കണം. എങ്ങനെ? അതായത് നമ്മൾ ഇടപഴകി ജീവിച്ചാൽ, ഇപ്പോൾ ഒരാളിങ്ങനെ ചിന്തിക്കുകയാണ്, ആൾക്കാരടിയിൽ ജീവിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുറെ തെറ്റുകൾ വരും, ഹറാമിലേക്ക് നോട്ടം വരും, മറ്റുള്ളവർക്ക് ഇത് പ്രാകൃത എന്നൊക്കെ തോന്നി ഇയാളെ നിലപാട്. ഇവിടെ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഒക്കെ പല സംസാരങ്ങളും വരും. നല്ലത് ഇതൊക്കെ ഒഴിവാക്കില്ല. ഇന്നലെ ഞാൻ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ പുതിയാപ്പിളിൻ്റെ ഒപ്പമുള്ള ആൾക്കാർ ഒരു കുറേ ദൂരത്തു നിന്ന്, കൊയിലാണ്ടി ഭാഗത്തുനിന്നാണ് വരുന്നത്. നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിക്ക് അറിയില്ല സാധാരണ, ഇത് ഒറിജിനൽ കൊയിലാണ്ടിയിൽ നിന്ന്. അത് കുറച്ച് ദൂരമുണ്ട്, മലപ്പുറത്ത് എത്തുവാണല്ലോ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പള്ളിക്ക് ഭയങ്കര സംസാരം നടക്കുകയാണ്. കാര്യമായിട്ട് തെരഞ്ഞെടുപ്പാണ് ചർച്ച തന്നെ. അത് ശരിക്കും ശ്രദ്ധിച്ചു. ഞാനൊക്കെ ഒന്ന് ഒച്ചയ്ക്ക് നന്നായിട്ട് അനക്കിയപ്പോൾ എന്നിട്ട് ഒന്ന് ചെറിയൊരു സമരം കിട്ടി. അപ്പോൾ ഞാൻ പുതിയാപ്പിളെത്തി. ഞാൻ മൈക്കെടുക്കട്ടെ എന്ന് കരുതിക്കുകയാണ്.
ചെറിയൊരു ഉപദേശം കൊടുക്കാൻ. അപ്പോൾ ഇതിനുപോലെ വന്നു. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ നിന്നപ്പോഴൊക്കെ ബാക്കിന്ന്. അപ്പോൾ ഇതാണ് ചർച്ച. ആ വാർഡിലായി, ഈ വാർഡിലായി, അവിടെ ആളായിട്ടില്ല, മറ്റോടത്ത് ആളേറായിട്ട് തല്ലാണ്, ഇവിടെ അങ്ങനെയാണ്, മറ്റോടത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചർച്ച. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ചർച്ച ചെയ്താൽ പറയാം. പള്ളിക്കാണ് വന്ന ഈ നിക്കായിന് വന്നാൽ മാത്രമുള്ള ആ സ്വഭാവം തോന്നിച്ചു. അപ്പോൾ കുഴപ്പമില്ലാത്ത മരക്കാൾക്കാർ എല്ലാം വർത്താനം പള്ളിയെ കുത്തന്നെ അങ്ങനെ. അല്ലെങ്കിൽ ഒരു കയറിയിരിക്കരുത്, അല്ലെങ്കിൽ വേഗം മുസാഫെടുത്ത്. നമ്മളൊന്നും ആർക്കും സംസാരിക്കാൻ ചാൻസ് കൊടുക്കലില്ല, വേഗം മുസാഫെടുക്കുക. കാരണം എന്താ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ് ചോദിക്കുക എന്തൊക്കെ ഉസ്താദ് വർത്താനം. അത് അപ്പോഴാണെങ്കിൽ നമ്മൾ ഭയങ്കര കൂശല അന്വേഷണം. നിങ്ങൾ തടി കുറച്ച് കുറഞ്ഞോന്നൊക്കെ ചോദിക്കും. തന്നെ അങ്ങനെ കൂടും. അപ്പോൾ ആളുകൾക്ക് ഇതിൻ്റെ ഗൗരവം അറിയില്ല. ഞാൻ സാന്ദർഭികമായിട്ട് പറയാം, നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പള്ളിയിലാണല്ലോ, ഇപ്പം നമ്മൾ ഈ സാന്നിധ്യം ഭയങ്കര കൂരുള്ള കാര്യമല്ലേ. തൗബ സൂറത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വരുന്ന ചില സംഗതിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ പള്ളിയുടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കുന്നുണ്ട്, തിരുവൊന്നും കിട്ടണില്ല. ഞാനതിൻ്റെ മഹത്വം പറഞ്ഞെടുത്തു. ഇപ്പോൾ കുറേ വരൽ തുടങ്ങിയുള്ളൂ പൈസ. അതായത് പള്ളിയുടെ പരിപാലനത്തിലേക്ക് എത്തിയാൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ടല്ലോ, അത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലെ ഹൂറില്യങ്ങൾക്കുള്ള മെഹറാണ്. ഈ കനം കൂട്ടിക്കോളി, മെഹറേ നാളെ അവിടെ ഓൽക്കുള്ള മെഹറാണ് അത്രേ നമ്മൾ ദുന്യാവിൽ പള്ളിക്ക് ചെലവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ പരിപാലനത്തിൽ എന്ത് ചെലവ് ചെയ്താൽ അതിനനുസരിച്ചേക്കാർ അവിടെ കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർ സ്വർണം കാര്യങ്ങളൊക്കെ കൊടുത്തോലുണ്ടാവും പള്ളിൻ്റെ നിർമ്മാണത്തിനും മറ്റൊക്കെ. ഒരു കഴിച്ചിലായി, ഒരു നല്ല ആരും കഴിച്ചിലാവും കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ സ്വർണം കൊടുക്കാൻ കഴിച്ചുള്ളതെന്നില്ല, കഴിയേണ്ടമാര്. അപ്പോൾ അതിൻ്റെ ആ ഹുർമത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കണം എന്നർത്ഥം. ഏതായിരുന്നാലും അപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, ഇവിടെ ജീവിച്ച് അങ്ങനെയൊക്കെ തന്നെ കാരണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ മല കയറുകയാണ്, അയാൾക്ക് അതാണ് ഖൈർ. വേറെ ആൾ ചിന്തിക്കുകയാണ്, മല കയറിയാൽ അവിടെ ആരും ഉണ്ടാവില്ല, ഒറ്റയ്ക്ക് ഇരിക്കണമല്ലോ, അപ്പോൾ സലാം പറഞ്ഞ കൂലി എങ്ങനെ കിട്ടുക, രോഗം സന്ദർശിച്ച കൂലി എങ്ങനെ കിട്ടുക, ഒരാളോട് പുഞ്ചിരിച്ചാൽ അതൊരു സ്വതക്കയുള്ളോ, ആ കൂലി ഇപ്പം അവിടെ പോയാൽ കിട്ടൂലല്ലോ, കുടുംബബന്ധം ചേർത്തിയാൽ ഭയങ്കര കൂലിയാണ്, അതിപ്പോൾ അവിടെ പോയിരുന്നാൽ കിട്ടൂലല്ലോ, ഓക്കെ അയാൾക്കതാണ് ഖൈർ, അയാൾക്കതാണ് ഖൈർ. അപ്പോൾ എല്ലാം കട്ട് ഒഴിവാക്കിയിട്ട് വെറും അള്ളാന്നുള്ള ഒരു ചിന്ത മാത്രം. അങ്ങനെ ഒരാളായി കഴിഞ്ഞാൽ നമ്മളെന്താ പറയാ, അയാൾ അങ്ങനെ ഒരാളാണ്, ഒരു ഹാര് മാറിയ ആളാണ്. ചിലർ തട്ടിപ്പ് കാട്ടലിട്ട് അങ്ങനെ ഹാര് മാറിയ മാർക്കൊക്കെ കാട്ടിക്കാണ്ട് പിന്നെന്ത് ചെയ്യും, മുങ്ങും. എന്തെങ്കിലുമൊക്കെ നമ്മളെടുത്ത് ഉണ്ടാക്കിയാണ്ട് മുങ്ങും. അത് കരുതണം. ഒറിജിനൽ ആളുകളാണ്, അവരാണ് സാഹിദീങ്ങൾ എന്ന് പറയുന്നത്. അഫ്ലഹ സാഹിദൂന വൽആബിദൂൻ യദുല്ലി മൗലാഹും അജാഉൽ ബുതൂന. യഥാർത്ഥ സാഹിദീങ്ങൾ അങ്ങനെയാണ്. റബ്ബാനീന്റെ ഒരു അർത്ഥം ഞാൻ പറയുന്നത്, അവര് ഇലാഹായ അള്ളാഹ്ക്ക് ആരാധനയിൽ അർപ്പിച്ച് തിന്നാൻ മറക്കൂല, പള്ള വിശപ്പുള്ളതാക്കൂല. അസ്ഹറുൽ അയ്യുനൽ അലീല തഹുബ്ബ ഫംഗലാ ലൈലുഹും വഹും സാകിറൂന. അവര് ഉറക്കമൊടിച്ച് അവര് ഇബാദത്തെടുക്കുന്നതുകൊണ്ട് കണ്ണുകൾ രോഗബാധിതയായ അവസ്ഥ വരും, കണ്ണുകൾക്ക് രോഗം വരും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഉറക്കില്ല, വെറും ഒരു ഭ്രാന്തായ അവസ്ഥ, അള്ളാഹുവിലേക്ക് ഇങ്ങോട്ട് മുറിഞ്ഞടുത്തിട്ട് അങ്ങനെ ഒരു കൂട്ടരുണ്ടാവും. അവരാണ് റബ്ബാനീയങ്ങൾ. അങ്ങനത്തെ ആളുകൾ അതിന് മാത്രം. എല്ലാവരും അത്രത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല കേട്ടോ. അതിൻ്റെ താഴെ കടയിലൊക്കെ വരുന്നവരൊക്കെ സാഹിര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള അവസ്ഥയാണത്. അങ്ങനെ അവരുടെ ഇബാദത്ത് കണ്ടാൽ അറിയാത്ത ആളുകൾ വിചാരിക്കും അവർ ഭ്രാന്താണ് അവർക്ക് എന്ന് തോന്നിപ്പോകും. കാരണം ഒരു ഭക്ഷണം കഴിക്കാൻ വല്ല പോണില്ല, മെലിഞ്ഞൊട്ടി, ഉറക്കുമില്ല. അപ്പൊ നമ്മളെപ്പോലെ ചിലപ്പോൾ നല്ല കുളിച്ച് ഫ്രഷായിട്ട് നടക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആളുകൾ വിചാരിക്കും ഇവർക്ക് എന്ത്, ഹസിബന്നാസു അന്നഹും ജുനൂന, ഭ്രാന്തുണ്ട് അവർക്ക് എന്ന് വിചാരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പാരമ്യതയിലെത്തിയ അവസ്ഥ. ഇനി അത്രത്തോളം ഒന്നുമില്ലെങ്കിലും വല്ലാതെ ദുന്യാവിൻ്റെ കാര്യത്തിൽ കൂടാതെ സാഹിദീങ്ങൾ, അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ ഒരു നമ്മളടിയിൽ തന്നെ കാരണം ജീവിക്കുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് തൗറാത്ത് അനുസരിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, എല്ലാ കാലത്തുണ്ടാവും. നമ്മളെ കൂട്ടത്തിൽ അങ്ങനത്തെ ആൾക്കാരാണ് പണ്ട് കാലത്ത് സൂഫികൾ എന്ന് പറഞ്ഞാൽ. അതുപോലെന്ന് പറഞ്ഞാൽ വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല,
ഒരു സൂഫി ജീവിതം നയിച്ചവരവരായിരുന്നു. ഇന്ന് നമ്മൾ സൂഫി എന്നൊക്കെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ സംഘടന വരെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനത്തെ യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. ഈമാൻ തന്നെ ഇല്ലാതെ ഈ പേര് വിട്ടുകാണ്ട് ചിലപ്പോൾ തനി കഞ്ചാവേക്കാറ് കണ്ടാൽ തന്നെ അറിയാം, ചെലുകൊല്ലും കണ്ടാൽ തന്നെ അറിയാം പണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്നുള്ളത്. പിന്നെ അവരൊക്കെ വളർത്താൻ ചിലപ്പോൾ നമ്മളെ ശത്രുക്കൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അള്ളാഹു താല നമ്മളെ ഈമാനിനെ കാക്കുമാറാവട്ടെ, ആമീൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പിന്നെ റബ്ബാനി യൂന എന്ന് പറഞ്ഞതിൻ്റെ തഫ്സീറാണ് ഞാൻ പറഞ്ഞത്. ഇനി നോക്കൂ, അഹ്ബാർ എന്ന് പറഞ്ഞാലോ, അഹ്ബാർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാന്മാർ പറയുന്നത്, പണ്ഡിതന്മാർ, അത് കാര്യമായിട്ട് ഏതാ നിങ്ങൾ ഫുഖഹാക്കളാണ്. ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ അതിലുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മതം എന്ന് പറയുമ്പോൾ ആ മതത്തിന് ഒരുപാട് നിയമങ്ങളുണ്ടാവും. ആ നടപടിക്രമങ്ങളിലൂടെയുള്ളോ നമ്മൾ മനസ്സിലാക്കുക, അല്ലേ? നടപടിക്രമങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ നോക്കൂ, ഇപ്പോൾ പിന്നെ മറ്റു നമ്മളെ സഹോദര സമുദായത്തിലെ ചില തീവ്ര ചിന്താഗതിക്കാർ ഇപ്പം ഇങ്ങനെ പ്രചണ്ഡമായി പറയുന്നൊരു കാര്യം എന്താ, മുസ്ലിങ്ങൾക്ക് മദ്രസ എന്നുള്ളൊരു സിസ്റ്റം ഉള്ളത് ഹിന്ദു സമൂഹത്തിൽ ഇല്ലാത്തതാണ്, കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്തതും പ്രശ്നങ്ങളുടെ കാരണങ്ങളൊക്കെ അതാണ്. അതുകൊണ്ട് മദ്രസ പോലുള്ള ഒരു സിസ്റ്റം മതം പഠിപ്പിക്കാൻ അവർക്കും വേണമെന്നാണ് അവർ പറയുന്നത്. അവരിൽ ചിലർ പറയുന്നത് ആയിക്കോട്ടെ, പക്ഷേ ഓലെ കൊണ്ട് കഴിയൂല. ഓല് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഓരോ നാട്ടിൽ നമ്മൾ മദ്രസ നടത്തുന്നത് പോലെ ഓൽക്ക് കഴിയൂല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? എന്താ പൈസ ഉണ്ടായ കെട്ടിടം ഉണ്ടാക്കിക്കൂടെ, എന്നിട്ട് അതിന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പേരിട്ട പോലെ അല്ല കഴിയൂല എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അവർക്ക് ജാതീയത ഒഴിവാക്കാൻ പറ്റൂല. അപ്പോൾ അവരാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു യുവാൻ കുട്ടികൾ കണ്ട് കയറാൻ പറ്റൂല. നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ലല്ലോ. ഞാൻ എന്തിനാ പറയണ്ട, നിങ്ങൾ പിന്നെ ഫുഖഹാക്കളാണ് അഹ്ബാരിയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ തന്നെ കർമ്മങ്ങളിലൂടെയുള്ള കാര്യങ്ങൾ അറിയാം. മക്കത്തെ മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബവി മദീനത്തും നിങ്ങൾ നോക്കി, നിങ്ങൾ ലോകത്ത് നമ്മളിപ്പോൾ പിന്നെ ഈ വേങ്ങരയിലെ ചെറിയൊരു സ്രാമ്പി കുട്ടിയോടെ ഒരു 25 ആൾക്കാർ നിസ്കരിക്കാൻ പറ്റിയ സ്രാമ്പി എല്ലായിടത്തും ഒരേ പോലെയുള്ളോ എന്ന് പറഞ്ഞാൽ ആദ്യ ആൾക്ക് വരുന്ന ആൾക്ക് ഒന്നാം സഫറിയിരിക്കാം. ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇന്നാൾ വരാൻ പാടില്ല. ഇപ്പോൾ PhD എടുക്കുന്ന പിന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട സഹോദരനോട് ഉയർന്ന ജാതിയിൽപ്പെട്ട ടീച്ചർ പറഞ്ഞെന്താണ്, സംസ്കൃതം എന്ന് പറഞ്ഞിട്ടുള്ള പുലയന്മാർക്കും പറയന്മാർക്കും എന്നുള്ള എല്ലാം അത് വലിയ വിവാദമായതാണ്. അതും നിങ്ങൾ പഠിക്കേണ്ട എല്ലാം അങ്ങനെ ഉണ്ടോ? ഞമ്മക്കുണ്ടോ അങ്ങനെ? ഖുർആൻ പഠിക്കാൻ വരുന്നവരിൽ ജാതി നോക്കിയിട്ടോ ഇല്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലപ്പോൾ ഒരു പള്ളിക്ക് ഇമാമുക്കുണ്ട ആള് ചിലപ്പോൾ ഏറ്റവും ദരിദ്രനേക്കാണ്, ഏറ്റവും കുറഞ്ഞ സാലറി വാങ്ങുന്ന ആളേക്കാരാ ഉസ്താദിനോട് ചോദിക്കുക, ഉസ്താദെ നിങ്ങൾക്കിപ്പോൾ ഇമാമത്തുക്കിണ്ടിന് എത്ര ശമ്പളം? 4,100 അറിയാം. 4,100 4,10,000 അല്ല, 4,100 4,100 എന്നാണ്. അത് ഇനി 6 അറപ്പ് നീട്ടിയാൽ അത് ഡിവൈഡ് ചെയ്ത് നോക്കി. പക്ഷെ ആരെങ്കിലും പറയോ ഞാൻ അയാളെ പിന്നിൽ തുടരില്ല? എന്താ കാരണം? പൈസ ഇല്ലാന്ന് അയക്കേ ഉണ്ടോ? അത് കുറച്ചും കൂടി നിറച്ച് കൂടുന്നല്ലാതെ നമ്മുടെ സമുദായത്തിൽ അങ്ങനല്ല. അതിന്റെ അർത്ഥം എന്തല്ല, അതുപോലെ ശമ്പളം കുറച്ചൊളി എന്നല്ല കേട്ടോ. നാള് എവിടെ ഒരു ഇത് കണ്ടു, കമ്മിറ്റി മീറ്റിങ്ങിൽ പിന്നെ ഒരാൾ പറഞ്ഞൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ പോലെ പിന്നെ ശമ്പളം കൂട്ടൊന്നും വേണ്ട, അതിന് അവർക്കതിൽ വലിയ ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൂപ്പർക്ക് 8,000 റുപ്യാണ് ശമ്പളം കിട്ടിയ ഉടനെ തന്നെ ഈ ഉദ്യോഗസ്ഥനായ കമ്മിറ്റിക്കാരൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു, നിങ്ങളെ ഈ മാസത്തെ ശമ്പളം എനിക്കും എൻ്റെ ഈ വർക്കത്തുള്ള ശമ്പളം നിങ്ങൾ കൊടുത്തോളിയായിരുന്നു. ചിലവർ വലിയ തമാശാട്ടെ, അല്ലാതെ നിങ്ങൾ പറഞ്ഞല്ലോ എന്നാൽ യോഗത്തിൽ പറഞ്ഞു ഭയങ്കര വർക്കത്താണെന്ന്. നിങ്ങളിതൊന്നൊരു മാസം ഉപയോഗിച്ച് നോക്കിയാൽ വർക്കത്ത് നിങ്ങളിത് എനിക്ക് നന്നലെയാണെന്ന്. അതിൽ ഇയാളാകണ വേർത്ത്. ഇപ്പോൾ ഞങ്ങളവിടെ കാട്ടിയമാർക്കാണ് ചെലവുള്ള ഒന്ന് സലാമാക്ക പൊട്ട് പറഞ്ഞു ദിവസം മാറിയാണ്. എന്നമാർക്ക് പിന്നെ എന്ത് ചെയ്തു, ഒരു വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കണം, ഉസ്താദ്മാരന്ന് വേറെ വീട്ടിൽ പോയിക്കണം. അപ്പോൾ ഇയാൾ വിഷമത്തോടു കൂടെ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞാണ് എന്ത്, അല്ല ഉസ്താദ് നമ്മൾ സാധനമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അതിൽ ഉസ്താദ് പറഞ്ഞ തമാശക്ക് നാട് കൊടുന്നളി പറഞ്ഞു. ഇയാൾ മുഴുവനെ കൊണ്ടേ കൊടുത്തു പള്ളിയേക്ക്. അത് മൂപ്പര് പ്രതീക്ഷിച്ചില്ല. ഏതായാലും നന്നായി, ഭയങ്കര ശ്രദ്ധിക്കണ്ടല്ലേ.
പെണ്ണുങ്ങൾക്ക് എത്ര ഇടങ്ങാറായിട്ടുണ്ടോ. അപ്പോൾ ആവട്ടെ, അപ്പോൾ ചിലർ തമാശ ഒപ്പിക്കേണ്ടതിൽ ചിലപ്പോൾ വലിയ കാര്യങ്ങളുണ്ട്. ആ ശമ്പളം കൊടുത്തത് ആ കൂട്ടത്തിൽ പെട്ടതാണ്. ആവട്ടെ, ഞാൻ പറയുന്നത് എന്തറിയോ, നമ്മളൊരവസ്ഥ നോക്കി നമ്മളെ പള്ളിയിൽ ഒരു ജാതീയത കാര്യങ്ങളില്ലല്ലോ. ആർക്കും അറിയാലോ ആ കാര്യം. ജമാഅത്ത് നിസ്കാരത്തിനോ ജുമുഅക്കോ വന്നവർക്ക് ആർക്കും എന്ത് ചെയ്യാം, കയറി നിൽക്കുക. മുന്നിൽ ഇന്ന ആളുകൾ, വലതു ഭാഗത്ത് ഇന്ന ആളുകൾ, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. ഇത് മറ്റവർക്ക് കഴിയൂല. അവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾ ആരാധനാലയത്തിൽ കയറിയാൽ അവിടെ ശുദ്ധിയാക്കണം, ചാണകം നിലച്ച് ശുദ്ധിയാക്കാണ്, ശുദ്ധി കലശം നടത്തുകയാണ്. അതുകൊണ്ടല്ലല്ലേ ഇപ്പോൾ BJPന്റെ മന്ത്രി ഭയങ്കര വിശ്വാസമുള്ള അയാൾക്ക് കസാല ചുട്ടടുക്കില്ല, വേറെ കസാല ഇരിക്കുക, ആരെങ്കിലും കൈ പിടിച്ചാൽ അപ്പം തന്നെ കൈ കഴുകുക, തൊടാൻ പാടില്ല. എന്നാലോ സിനിമാ നടിമാരൊക്കെ വലിയ പരിപാടിയിലൊക്കെ ഒന്ന് കൂട്ടി പിടിച്ചോട്ടെ ചോദിച്ചാൽ അള്ളാഹ് വിടണില്ല. വോട്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ പാവങ്ങൾ, ഒപ്പം നടന്നുകാണ്ട് അവർ വന്നിട്ട് കൈ പിടിച്ചാൽ നോക്കുമ്പോൾ എന്താ കഥ. ഇതിനൊന്നും ആരും പറയാനില്ല. ഖുർആനിൽ എവിടെയെങ്കിലും വലിയ വൈരുദ്ധ്യം ഉണ്ടോ നോക്കാൻ വേണ്ടി ഊതക്കണ്ണാടിയിട്ട് നടക്കുകയാണ്. ബാക്കിയുള്ളിടത്തുള്ള പ്രശ്നങ്ങളൊന്നും നോക്കാൻ ആൾക്കാരില്ല. അപ്പോൾ ആവട്ടെ. അപ്പോൾ പിന്നെ അഹ്ബാർ എന്ന് പറഞ്ഞാൽ അതാണ് ഇനി പറയുന്നത്. നോക്കൂ, അഹ്ബാരിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഫുഖഹാക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, ഇസ്ലാമിലെ കർമ്മങ്ങൾ എങ്ങനെയാണ്, ആ കർമ്മങ്ങൾ അതതിൻ്റെ രീതിയിൽ. ചിലർ പറയാം അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ടല്ല കാര്യം. നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ എന്ന മലക്ക് പഠിപ്പിച്ചതനുസരിച്ച് നബി തങ്ങൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം കൃത്യമായിട്ട് സ്വഹാബത്തിന് പഠിപ്പിച്ചെടുത്ത് അതാണല്ലോ നമ്മളെ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി അതിനെയുള്ള നമ്മളെ ആധാരമാക്കുന്നത്, അതിനെയുള്ള നമ്മൾ മാനദണ്ഡമാക്കുന്നത്. അപ്പൊ അഹ്ബാരിങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ നമ്മൾ ഈ പുരോഹിതന്മാരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പൗരോഹിത്യം എന്നൊക്കെ പറഞ്ഞ് പറയല്ലോ. യഥാർത്ഥത്തിൽ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, എന്നെ കളിയാക്കേണ്ട ആവശ്യമില്ല. അതെന്താ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാര് പെണ്ണുങ്ങളെ പിറകോട്ട് വലിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റി പറയല്ലോ. പിറകോട്ട് വലിക്കല്ല, ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പറയുന്നത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ്. അത് പറയുമ്പോഴാണ് നമ്മളെ ചില ആൾക്കാരൊക്കെ എന്തുണ്ട് പരിഹസിക്കുന്നത്. കാര്യമാക്കേണ്ടതില്ല. ഏതായിരുന്നാലും അള്ളാഹു പറയാണ്. അപ്പോൾ നോക്കൂ, റബ്ബാനീയങ്ങളായ ആളുകൾ, പുണ്യവാന്മാർ, അതുപോലെ പുരോഹിതര്, അങ്ങനെയുള്ള ആളുകളൊക്കെ അവരെന്ത് ചെയ്യും, തദനുസൃതം അവർ ഈ തൗറാത്ത് കൊണ്ട് വിധി നൽകുന്നതാണ്, ജനങ്ങൾക്ക് വിധി നൽകും. അതാണ് യത് ബിമസ്തുഹ്ഫിളൂ എന്ന് പറഞ്ഞ ഈ കിതാബ്. ആ കിതാബിൽ എന്താണോ അവരെ ഏൽപ്പിച്ചത് അത് കൃത്യമായിട്ട് അതിനനുസരിച്ച് വിധി നൽകി. അതന്നെയാണ് നബി തങ്ങളും എന്ത് ചെയ്യുന്നത്, വിധി നൽകുന്നത്. അതെന്താ ഇവർക്ക് സ്വീകരിച്ചൂടെ എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ അള്ളാഹു തആല തുടർന്ന് പറയാണ്, നോക്കൂ, പിന്നീട് അള്ളാഹു പറയാണ്, വലാ തഖ്ശവുന്നാസ വഖ്ശവൂൻ. അത് യഹൂദികളോട് അള്ളാഹു പ്രത്യേകം എന്ന് പറയാണ്, നിങ്ങൾ ജനങ്ങളെ പേടിക്കേണ്ട, വഖ്ശൗനി, എന്നെ മാത്രം പേടിച്ചോളൂ. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ. നിങ്ങൾ തുച്ഛ വിലക്ക് എൻ്റെ വചനങ്ങളെ കച്ചവടാക്കരുത്. നിങ്ങൾ കുറഞ്ഞ വിലക്ക് എൻ്റെ വചനങ്ങളെ നിങ്ങൾ കച്ചവടമാക്കരുത്. വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയ ഒന്നുകൊണ്ട് വിധി പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അങ്ങനെയുള്ള ആളുകൾ അവർ സത്യനിഷേധികളാകുന്നു. ഇവിടെ എന്താ പ്രശ്നം എന്നറിയങ്ങൾ, യഹൂദികളായ ആളുകൾ ആ തൗറാത്തിൽ നിന്നൊക്കെ അകന്ന് പിന്നെ ഖുർആന് വന്നപ്പോൾ അവരത് സ്വീകരിക്കാൻ തയ്യാറല്ല. ഇവിടെ വലാ തഖ്ശവുന്നാസ, നിങ്ങൾ ജനങ്ങളെ പേടിക്കണ്ട, എന്നെ പേടിച്ചോളി എന്ന് പറഞ്ഞ് ഈ ആയത്തിൽ പറയുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ, നിങ്ങൾ ജനങ്ങളെ പേടിക്കണ്ട എന്ന് പറഞ്ഞ എന്തിനാ അറിയോ, എന്നെ മാത്രം പേടിച്ച് രണ്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞോളിയെന്ന്. ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ, അന്ത്യപ്രവാചകന്റെ വിശേഷണങ്ങൾ തൗറാത്തിൽ പറഞ്ഞത് അത് നിങ്ങൾ മറച്ചു വെക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളിയെന്ന് പുരോഹിതന്മാരോട് പറയാണ്. പുരോഹിതന്മാർക്ക് പറയാൻ പേടി എന്താണ്, അന്ന് പിന്നെ അനുയായികളൊക്കെ ഇവർക്ക് എതിരാകുമെന്ന് പേടിയാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല പറയാണ്, നിങ്ങൾ മറച്ചു വെക്കണ്ട, തുറന്ന് പറഞ്ഞോളി, നിങ്ങൾ ഇന്നെ മാത്രം പേടിച്ചാൽ മതി, ആരും പേടിക്കണ്ട. ഒന്ന്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണം. കാരണം നബി തങ്ങൾ വിരലോട് കൂടെ തൗറാത്തിന് ചാൻസ് ഇല്ലല്ലോ.
അപ്പോൾ ഇവർ തൗറാത്ത് യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നവരാണെങ്കിൽ അതിന് മുജിതത്തില്ല. കാരണം എന്താ? അത് എല്ലാ കാലത്തേക്കും അല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ നബിയെ അംഗീകരിക്കണം. കാരണം ആ തൗറാത്തിൽ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നബി വന്നാൽ പിന്നെ ശരീഅത്ത് ആ നബി പറയുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നബിൻ്റെ കൂടെ കൂടുന്ന മുഅ്മിനീങ്ങളുടെ അവസ്ഥ പോലും വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെ പേടിച്ചിട്ടായി മറിച്ചേക്കണ്ട? ഒന്ന്. രണ്ടാമത്തത്, തൗറാത്തിൽ പറഞ്ഞ വിധി നടപ്പിലാക്കാൻ നിങ്ങൾ ഒരു മടി കാണിക്കരുത്. ഒരു മടി കാണിക്കരുത്. തൗറാത്തിലെ വിധി അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ വ്യഭിചരിച്ചപ്പോൾ പ്രമാണിമാര് വ്യഭിചരിച്ചാൽ ചാട്ടവാറടി കരി തേക്കും ചെയ്യും. സാധുക്കൾ വ്യഭിചരിച്ചാൽ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞു കൊല്ലും ചെയ്യും. അവിടെ പ്രമുഖരാണെങ്കിൽ പിന്നെ എറിഞ്ഞു കൊല്ലലാണ് ഒഴിവാക്കും. ഇത് നിങ്ങൾ അള്ളാന്റെ വേദത്തിനെതിരാണല്ലോ ചെയ്യുന്നത്. ആരെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ തുച്ഛവിലക്ക് വെക്കുകയാണ്. അതായത് ഇവർക്കൊരു സ്വഭാവം എന്താ വെച്ചാൽ, അള്ളാഹു തആല ഖുർആനിൽ യഹൂദികളെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയും അതിലുള്ള അത്രയും ഓൽക്ക് വേറെ കൊടുത്താലും മതിയാവില്ല. അപ്പോൾ ഒന്നുകൂടി ആഗ്രഹിക്കും. ഒരു മല നിറച്ച് സ്വർണം കൊടുത്താൽ വേറെ സ്വർണ്ണം ആഗ്രഹിക്കുന്ന വിധങ്ങൾ പറഞ്ഞതുപോലെ ഖുർആനിൽ അതിനെപ്പറ്റി അള്ളാഹു തആല പറയുന്നുണ്ട് ഒരായത്തിൽ. അള്ളാഹു തആല ഒരായത്തിൽ പറയുന്നുണ്ടല്ലോ, ബൽ തുഫിറൂനൽ ഹയാത്തദ് ദുനിയാ. ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സബ്ബീസ്മ സൂറത്തിന്റെ ലാസ്റ്റ് നോക്കി, ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല ബൽ തുഫിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹീമ വമൂസ. ഇതങ്ങനെ പറയാൻ കാരണം അതിൽ പറയുന്നത് എന്താ? സംസ്കരിച്ചവന് വിജയിച്ചു, അള്ളാഹനെ സ്മരിച്ചവനും വിജയിച്ചു, നിസ്കരിച്ചവനും വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ, നിങ്ങൾ ദുന്യാവിനെ തെരഞ്ഞെടുക്കുകയാണ്. അതിനു വേണ്ടി നിങ്ങൾ ഏതും അർച്ചക്കും എന്തും ചെയ്യും. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാ. നിങ്ങൾ മനസ്സിലാക്കണം, ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും പരലോകാണ്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല. ഇത് മുമ്പ് കഴിഞ്ഞു പോയ ഏടുകളിലും പരാമർശിക്കപ്പെട്ടതാണ്. അതായത് സുഹുഫി ഇബ്രാഹിമ വ മൂസ, ഇബ്രാഹിം നബിയുടെയും അതുപോലെ മൂസാ നബിയുടെയും വേദങ്ങളിൽ. ഇബ്രാഹിം നബിക്ക് ഏടുകളും മൂസാ നബിക്ക് തൗറാത്താണ് കൊടുത്തത്. പക്ഷെ ഒക്കെ ഏടുകൾ എന്നുള്ള രൂപത്തിലാണ് അവിടെ പറഞ്ഞത്. ഒക്കെ അള്ളാന്റെ സന്ദേശങ്ങളാണ്. അപ്പോൾ ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ? ഖുർആനിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അന്നത്തെ യഹൂദികൾക്കൊക്കെ അതും ഞമ്മക്കുള്ളതല്ല. പൊന്നാര ചങ്ങന്മാരെ നിങ്ങളതിലും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്? അതാണ് സുഹുഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടുകളിൽ വേദങ്ങളിലും ഇങ്ങനെ തന്നെ പറഞ്ഞത്. പക്ഷെ അള്ളാഹ് അവിടെ പറഞ്ഞൊരു പ്രയോഗം എന്താ? നിങ്ങൾ ദുന്യാവിനെ വല്ലാതെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. ഒരു ദിവസം ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികെ വന്നു. ഒരു വലിയൊരു സംഭവമാണ്. വന്നിട്ട് അയാൾ പറഞ്ഞു, നബിയെ എനിക്കെന്തെങ്കിലും മുതൽ വേണമെന്നാണ്. അപ്പോൾ നബി തങ്ങൾ ചെറിയൊരു പരീക്ഷണം നടത്തിയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് 80 ആടുകളെ തരാം. ഒന്നുകിൽ രണ്ടാലൊന്ന് തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് 80 ആട് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്വർഗത്ത് കിടക്കാം. നിങ്ങൾക്ക് ഏതാ വേണ്ടത്? അയാൾ പറഞ്ഞു, എനിക്ക് 80 ആട് മതിയാണ്. വല്ലാത്ത പോയത്തക്കാരനായി. എനിക്ക് 80 ആട് മതിയായിരുന്നു. അങ്ങനെ ഉണ്ടാവേ, കൂടുതലൊന്നും ചിന്തിച്ചില്ല. എനിക്ക് 80 ആട് മതിയാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു, മൂസാ നബിയുടെ പിന്നെ സ്വാഹിബത്തിന്റെ അത്ര ബുദ്ധി ഉണ്ടായില്ലല്ലോ നിങ്ങൾക്ക്. അപ്പോൾ സ്വാഹിബ് തന്നെ ചങ്ങായിച്ചിന്നാണ്. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ അതെന്താ സംഭവം എന്ന് ചോദിച്ചു. എല്ലാവർക്കും ആശ്ചര്യമായിട്ട് നല്ലൊരു അവസരം കിട്ടിയതിന് മൂപ്പർക്ക്. ഇവിടെ അപ്പം പറയണത്, എനിക്ക് നബിയെ ഞങ്ങളുടെ കൂടെ സ്വർഗം മതി, സ്വർഗം മതി അങ്ങനെ പറയേണ്ടതാണ്. പക്ഷെ മൂപ്പരാണ് എനിക്ക് 80 ആട് കിട്ടിയാൽ മതിയാണ്. അപ്പോ പിന്നെ നിബിധങ്ങൾ പറയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി ഉണ്ടായില്ലല്ലോ നിങ്ങൾക്ക്, ആ സ്വാഹിബത്തിന്റെ ബുദ്ധി ഉണ്ടായില്ല. അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു, അതെന്താ സംഭവം? ഇതേപോലെ മൂസാ നബിയുടെ അടുത്ത് ഒരു കിളവി ഒന്ന് കണ്ടൊരു വയസ്സായ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് മുതൽ വേണമെന്ന്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് രണ്ടാലൊന്ന് തരാം. ഒന്നുകിൽ 100 ആടുകളെ തരാം,
അല്ലെങ്കിൽ എൻ്റെ കൂടെ സ്വർഗം, ഏതാ വേണ്ടത്? അപ്പോൾ ആ വയസ്സായ ഉമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടെ സ്വർഗം മതി, ആടൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ അതാണ് നബി തങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് അത്ര അന്തുണ്ടായില്ലല്ലോ, അവസരങ്ങൾ കളഞ്ഞു. അതാണ് ദുന്യാവിനെ തെരഞ്ഞെടുക്കുക. ഞാൻ വേണ്ടെന്നല്ല. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു വിഷയം മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ട് അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 200, 201, 202 ആ ഭാഗത്ത് പറയുന്നുണ്ട്. അതായത് ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടരുണ്ട്, ഓരിങ്ങനെ ദുആർക്കും, റബ്ബന ആതിനാ ഫിദ് ദുനിയാ. ഓൽക്കൊന്നുമില്ല. ഓരെന്താ പറയണ്ടത്? ദുന്യാവിൽ നന്മ തരണേന്ന്. എന്നാൽ വേറൊരു കൂട്ടം മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹ് പറഞ്ഞത്, വേറൊരു കൂട്ടരുണ്ട്, ഓലെന്ത് പറയും? റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അങ്ങനെ വേണ്ടത്. അതിലെല്ലാം പെട്ടു. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന എന്നുള്ള ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ പ്രാർത്ഥന. പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നബി തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. കഴിഞ്ഞു എൻ്റെ കാരണല്ലേ, നമുക്കത് കാരണം എന്താ വെച്ചാൽ ആസ്ഥാനത്ത് ഇതായിരുന്നിട്ടാണത്. ഞാനെപ്പോഴും പിന്നെ ഉസ്താദ്മാർക്കൊക്കെ ക്ലാസ് എടുക്കാൻ അവസരം കിട്ടുമ്പോൾ പറയും, നമ്മൾ ഈ ആണ്ടൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ 40, 14, 7 ഒക്കെ മരിച്ചെടുത്ത് അപ്പോൾ ചെല്ലുമ്പോൾ വീട്ടുകാർ ചിലപ്പോൾ ഒരു മീറ്റിംഗ് കൂടിക്കും. അതിൻ്റെ മുമ്പ് പാപ്പി മക്കളൊക്കെ ഉമ്മാൻ്റെ പേരിൽ വരയ്ക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മക്കളൊന്ന് കൂടിക്കും. അപ്പോൾ പൈസ കുറച്ച് ചിലവുള്ള പരിപാടിയൊക്കെ. അപ്പോൾ ചിലപ്പോൾ പറയും, പിന്നെ ഉസ്താദിനോടൊന്ന് പറയണ്ടിട്ടോ, മങ്കൂസ് മതി ഇത് മുഴുവാകണം, പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് ദിക്കറും കുറച്ച് കുലുവല്ലി ഓതാൻ പറയണം. ഉസ്താദ്മാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൻ്റെ അകത്തേക്കാണ് ചിലപ്പോൾ കാർപ്പറ്റും ഉണ്ടാവും, അതിൻ്റെ മേലെ ബ്ലാങ്കറ്റൊക്കെ വിരിച്ചു സാറായിക്കോട്ടെ. പുറത്ത് മുഴുവൻ സ്റ്റൂളായി കാരണം അത് ആ ചോറുന്നായിരിക്കേണ്ട ആ സ്റ്റൂളും കൂടി തിരിച്ചിട്ടേക്കാം. ഉരവേദനുള്ള ആളും ഒക്കെ നേരത്തെ തന്നെ വന്ന ഈ മരത്തിലുണ്ടാവും. അപ്പോഴാണ് അവിടെ മൗലൂദ് ഒരു റൗണ്ട് കഴിഞ്ഞു. ഇനി പിന്നെന്ത് ചെയ്യാണ്? ഒരു വന്ന് ചെവിയിൽ പറഞ്ഞിട്ടുണ്ടാവും ഉസ്താനോട്, കുലുവല്ല കുറച്ച് ഓതിയാൽ തിരക്കിടില്ല, പിന്നെ കുറച്ച് ദിക്കറും ചെല്ലിയാൽ തിരക്കിടില്ല. അപ്പോഴാണ് ഉസ്താദ് ജോറാക്കും. 10:30 ഇരുന്ന ആള് 11:30 കഴിഞ്ഞ് 12 ആവുമ്പോഴത്തേനുണ്ടല്ലോ ഒരു വിധയിക്കും. അയാൾ കരുതുണ്ടായി ഇതിലേറെ നല്ല എൻ്റെ പേരിൽ ദിക്കറല്ലേ എന്നൊന്ന് കരുതുന്നുണ്ടാവും. എന്താ അതൊക്കെ ചുരുക്കുക, ആരെയും ബുദ്ധിമുട്ടാക്കണ്ട. എന്തിനാ ബുദ്ധിമുട്ടാകണം? കുറച്ചാവുമ്പോൾ ഒരു രസമാണ്. ഈ സുഖമില്ലാതെ ആമീൻ പറയുമ്പോൾ രസമല്ല. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി? നമ്മളിങ്ങനെ ഉസ്താദ്മാരൊക്കെ വിളിച്ചാണ്ട് അവരോട് കുറേ ഓതണം എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിക്കണ്ട. ഈ സുഖമില്ലാത്ത ആൾക്കാർ മറ്റൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ബുദ്ധിമുട്ടായി കയറും. അങ്ങനത്തെ ഇരുത്തും എന്തൊക്കെ കയറും. ചിലടത്ത് കുത്തിച്ചാരി നിൽക്കേ കയറി, ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, തെങ്ങുമേലൊക്കെ ചാരി നിൽക്കേ കയറും. അപ്പം നമ്മളെന്താ മതി? അതൊക്കെ ഒന്ന് ലഘൂകരിച്ചാൽ മതി. പിന്നെ നമ്മൾ ആരെയും ബുദ്ധിമുട്ടപ്പോൾ വാട്സപ്പിലെ കണ്ടിട്ടുണ്ട്, നിന്റെ വാപ്പ മരിച്ച ദിവസമാണ്, എല്ലാവരും യാസിൻ ഇത് വരക്കണം, ഓർഡർ പ്രഖ്യാപിച്ച് ഓലട്ട് ഓതിയിട്ടുണ്ടാവില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കും, എത്ര ആൾ ഓതിയിട്ടുണ്ടാവും അതിനൊക്കെ? എല്ലാവരും യാസിൻ ഓതണം എന്നൊക്കെ കൽപ്പന വിടുമ്പോൾ ദുആ ചെയ്യേണ്ടിയെന്ന് പറഞ്ഞാൽ വസിയത്ത് എഴുതലൊക്കെ നമ്മൾ ദ്വാരക്കാം. പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഇങ്ങനെ ഈ അടിച്ചേൽപ്പിക്കേണ്ട ഒരു സുഖം കിട്ടൂല. നമ്മൾ തന്നെ ചെയ്താൽ അൽഹംദുലില്ലാഹ് അല്ലേ? അപ്പോൾ അതിലൊക്കെ അപ്പോൾ അങ്ങനെ ദുആയൊക്കെ ചിലപ്പോൾ വല്ലാതെ നീണ്ടുപോകും. ചിലപ്പോൾ അറബിയിൽ നിന്ന് മലയാളത്തേക്ക് തിരിഞ്ഞ് ട്രാക്കിന് മാറിയിട്ട് കാളമ്പാടി ഉസ്താദ് ഞങ്ങളോട് പറയും, നിങ്ങൾ ഇന്ത്യയുടെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തുള്ള മുഴുവൻ ഔലിയാക്കളെ പേരും പറയാൻ തുടങ്ങി. ഹദറത്തി മറ്റേ അങ്ങനെ പറഞ്ഞ അങ്ങനെ എല്ലാവരും കൂടി പറയണ്ട, ഒറ്റടിക്ക് പറഞ്ഞാൽ മതി. എല്ലാവർക്കും എത്തും. ഇത് നമ്മളെ കൈവളിക്കേണ്ട ടൈമല്ല. എന്നാൽ ദ്വയ സമ്മേളനമൊക്കെ എല്ലാം പറയേണ്ടി വരും അല്ലേ? പൈസ കുറേ ചിലവായിക്കാണ് നമ്മൾ ഒരു ദ്വയ സമ്മേളനത്തിന് ഒരാളെ കൊടുന്നുകാണ്ട് 1 മണിക്കൂറേലും മൂപ്പര് ദ്വാരക്കുന്ന എത്തി നമ്മൾ അതിന് ഒരുങ്ങിയിരിക്കണം ആമീൻ പറയാൻ. അപ്പോൾ മൂപ്പര് 5 മിനിറ്റ് കൊണ്ട് റബ്ബന ആതിന പറഞ്ഞാലേ തൊള്ളിക്ക് പോയി. നമ്മൾ എന്ത് കഥ അവിടെ ആവും പാടില്ല സന്ദർഭം. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട് റബ്ബന ആതിനയുടെ മഹത്വം. അപ്പൊ അതിൽ ദുന്യാവ് വേണ്ടെന്നല്ല പറയേണ്ടത്, ഞങ്ങൾക്ക് ദുന്യാവിൽ നന്മ ചെയ്യണേ പറയാം. പക്ഷേ ആത്യന്തിക ലക്ഷ്യം അതാകരുത്. ഒരു കഥ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എപ്പോഴും എഴുന്നേറ്റ് പോകുന്ന ഒരാൾ, മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു ഭാഗം പറയാം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പോകുന്നത്? മൂപ്പര് പറഞ്ഞെന്താ, എൻ്റെ കുട്ടികൾ ഭയങ്കര പട്ടിണിയാണ് നബിയെ വീട്ടിൽ. അപ്പോൾ രാത്രി കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ കുട്ടികൾ കിടക്കൽ, തൊട്ടടുത്ത അയൽവാസിയുടെ ഈന്തപ്പന എൻ്റെ വീട്ടുമുറ്റത്തേക്ക് ചാഞ്ഞു കിടക്കുക, രാത്രി കാറ്റടിച്ചിട്ട് പലപ്പോഴും ഈത്തപ്പഴം മുറ്റത്തേക്ക് വീടും. അപ്പം എൻ്റെ കുട്ടികൾ രാവിലെ, ചെറിയ കുട്ടികൾ മക്കൾ ഒല എഴുന്നേറ്റ് പുറത്തിറങ്ങിയാൽ ഈത്തപ്പഴം എടുത്ത് തിന്നും. അപ്പോൾ ഞാൻ സുബൈക്ക് നിസ്കാരം കഴിഞ്ഞ് ദിക്റും ചൊല്ലി ഇവിടെ ഇരുന്നാൽ എൻ്റെ കുട്ടികൾ പുറത്തിറങ്ങിയ ഹറാമ് തിന്നു. അപ്പോൾ ഞാൻ വേഗം പോകുന്നത് അതെടുത്തിട്ട് അയാളെ വളപ്പിക്ക് എറിഞ്ഞു കൊടുക്കാൻ പോകലാണ്. ഒരിക്കൽ ഞാൻ ദിക്റൊക്കെ ചൊല്ലി ലാസ്റ്റ് പോയപ്പോൾ അന്നെൻ്റെ ഒരു കുട്ടി പുറത്തിറങ്ങിയിട്ട് ഈത്തപ്പഴം വായിലിട്ടു. ഞാൻ തുപ്പാൻ പറഞ്ഞിട്ട് എൻ്റെ കുട്ടി കേട്ടില്ല. അപ്പം ഞാൻ എൻ്റെ വിരല് വായിലേക്ക് ഇട്ടിട്ട് ബലം പ്രയോഗിച്ചെടുത്തു. അപ്പം എൻ്റെ കുഞ്ഞ് കരഞ്ഞുപോയി. ആ ഒരു രംഗം ഇനി ഇല്ലാതിരിക്കാനാണ് നബിയെ ഞാൻ പോകുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമായി. നബി തങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അയൽവാസിയെ വിളിപ്പിച്ചു. ഒരു അഭിപ്രായ പ്രകാരം അയാളൊരു മുനാഫിക്കായിരുന്നു അത്ര. ആളെ വിളിച്ചു നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ ഒരു ഈന്തപ്പന കുറേ മുതൽ പഠിച്ചാൻ തന്നല്ലോ, നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിലൊരു ഈന്തപ്പന ഉറപ്പ് തരാം, ആ ഈന്തപ്പന നിങ്ങൾ അയാൾക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. വേണ്ട, നല്ല ഈത്തപ്പഴമുള്ള ഈന്തപ്പനാണ്, ഞാൻ കൊടുക്കില്ല. ഇതറിഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അയാളെ സമീപിച്ചിട്ട് അതിന് കാശ് കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് ആ സാധുവിന് കൊടുത്തു. അപ്പോൾ അവിടെ നോക്കി നിങ്ങൾ, സ്വർഗത്തിലൊരു ഈന്തപ്പന നബിതങ്ങൾ ഓഫർ ചെയ്തപ്പോൾ അയാൾക്ക് സ്വീകാര്യമായില്ല. വിധി അങ്ങനെയാണ്, നബിൻ്റെ കാലത്താപ്പത്. സബ്ബീസ്മ സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ഐഹികമായ ജീവിതത്തെ മാത്രം തെരഞ്ഞെടുത്തു എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ ഇത് കാണാൻ സാധിക്കും. അതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെയും പറയുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്തു, ഇതൊക്കെ മറച്ചു വെക്കാൻ എന്താ കാരണം? ഒരു കാരണം അതാണ്, സ്വത്ത് വിചാരിച്ചാണ്. അതാണ് പറയുന്നത്, വരാ തശ്തറൂ ബി ആയാതി സമനം ഖലീലാ, നിങ്ങൾ ഒരിക്കലും എൻ്റെ വചനങ്ങളെ തുച്ഛവരക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിൽക്കാൻ പാടില്ല, കൊള്ളാൻ പാടില്ല, രണ്ട് നിലക്കും അർത്ഥം വേണം, കച്ചവടാക്കരുത്. അപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പോലും മറച്ചു. അങ്ങനെ ആകരുത്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു തആല ഇറക്കിയ ഒന്നുകൊണ്ട് ഒരാൾ വിധിച്ചിട്ടില്ലെങ്കിൽ ഫഉലൈക ഹുമുൽ കാഫിറൂൻ, അങ്ങനെയുള്ള ആളുകൾ അവർ സത്യനിഷേധികളാകുന്നു. വകതബനാ അലൈഹിം, എന്തൊക്കെ ഞാൻ വിധി പറഞ്ഞപ്പോൾ എന്താണ് തൗറാത്തിൽ വന്നൊരു വിധിയാണ് പറയുന്നത്. വകതബനാ അലൈഹിം ഫീഹാ, ആ തൗറാത്തിൽ നാം അവർക്ക് രേഖപ്പെടുത്തി എന്തൊക്കെ വിധികൾ? നഫ്സ ബിൻ നഫ്സ്, ഒരാളുടെ ജീവന് പകരം മറ്റൊരാളുടെ ജീവൻ. വൽ ഐന ബിൽ ഐൻ, കണ്ണിന് പകരം കണ്ണ്. വൽ അൻഫ ബിൽ അൻഫ്, മൂക്കിന് പകരം മൂക്ക്. വൽ ഉദുന ബിൽ ഉദുൻ, ചെവിക്ക് പകരം ചെവി. വസ്സിന്ന ബിസ്സിൻ, പല്ലിന് പകരം പല്ല്. വൽ ജുറൂഹ ഖിസാസ്, ഇനി മറ്റ് മുറിവുകൾക്കും അതിനുള്ള പ്രതിക്രിയകൾ വേറെയും. ഫമൻ തസദ്ദഖ ബിഹി, ആരെങ്കിലും അഫ്വ് ചെയ്യുകയാണെങ്കിൽ ഫഹുവ കഫാറത്തുല്ല, അതവനിക്കൊരു പ്രായശ്ചിത്തമാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു ഇറക്കിയത് കൊണ്ട് വിധി പ്രസ്താവിക്കുന്നില്ലെങ്കിൽ ഫഉലൈക ഹുമുല്ലാലിമൂൻ, അവർ അക്രമകാരികളാകുന്നു. അപ്പോൾ അള്ളാന്റെ നിയമം എന്താ അറിയങ്ങൾ? ഒരാൾ അന്യായമായി മറ്റൊരാളെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലണം. ഒരാൾ അന്യായമായി മറ്റൊരാളുടെ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ ഇവന്റെ കണ്ണും പൊട്ടിക്കണം. മൂക്ക് ചെത്തിയെടുത്താൽ ഓന്റെ മൂക്കും ചെത്തണം. ചെവി അരിഞ്ഞെടുത്താൽ ഓന്റെ ചെവി കൊടുക്കണം. പല്ല് തെറിപ്പിച്ചാൽ ഓന്റെ പല്ലും തെറിപ്പിക്കണം. അങ്ങനെയാണ്. ഇനി കറക്റ്റായിട്ട് ചിലത് കഴിയൂല, ചില മുറിയാക്കലൊക്കെ. അപ്പൊ അതിന് സന്ദർഭോചിതമായ ശിക്ഷ എന്ത് ചെയ്യും? ഖാദിയാണ്. കോടതി എന്ന് പറഞ്ഞാൽ നമ്മളെ ജഡ്ജി പറഞ്ഞാൽ ഖാദിയാണ്. ആ ഖാദി എന്ത് ചെയ്യും? വിധിക്കുന്നതാണ്. ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, ഒരു കുഴപ്പമുണ്ടാവില്ല. ശിക്ഷ ഇല്ലാത്തതാ പറയും. ഇവിടുത്തെ വല്ലാത്ത വൈദ്യം. ഇപ്പോൾ പാലത്തായി കേസുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കുട്ടിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരു അധ്യാപകനെ, ആ അധ്യാപകൻ ഒരു BJP നേതാവായതുകൊണ്ട് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കേസ് അട്ടിമറിക്കാനൊക്കെ ഒരുപാട് ശ്രമങ്ങൾ നടന്നു. പക്ഷെ ഇന്നലെ കോടതി വളരെ കർശനമായ നിലപാടാണ് സ്വീകരിച്ചത്. കുട്ടിക്ക് നീതി കിട്ടി. ഇപ്പോൾ
അഭിഭാഷകൻ പറയാണ്, ഇനി അയാൾക്ക് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്, ആർക്ക് പ്രതിക്ക് ഓളെങ്ങാനും ആത്മഹത്യ ചെയ്താൽ അതിന് സമാധാനം ആര് പറയണം? ചില മുസ്ലിം സംഘടനകൾ പറയണം എന്നാണ്. എന്താ കഷ്ടം! ഒരാൾ ഒരു മഹാ തെറ്റ് ചെയ്യുക, എന്നിട്ട് അതിന് കോടതി ശിക്ഷിച്ചാൽ അവ പറയാം അവരെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതാണ്, അതിന് ഞാൻ സമാധാനം പറയണം. എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഇവിടെ എന്തും ചെയ്യാന്നുള്ള നിലപാടാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ചിലതിലെ ഇപ്പോൾ പിന്നെ ഉത്തർപ്രദേശിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന നമ്മളെ സഹോദരനെ ബീഫ് സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് അടിച്ചു കൊന്ന കേസ് തേച്ചു മായ്ച്ച് ആ പ്രതികളെ പറ്റയിന്ന് ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് അതേ ഉത്തർപ്രദേശിൽ പശുവിനെ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവപര്യന്തം. കൊന്നതല്ല, പശുവിനെ സാധാരണ അറുത്തിട്ട് തിന്നൂലോ. അങ്ങനത്തെ ജീവികൾ അങ്ങനെയൊന്നും പ്രയാസപ്പെടുത്താൻ പാടില്ല. എന്നാൽ ഇവരെന്നെ ഫിഷ് കുഴപ്പമില്ലല്ലോ, അവർക്ക് അതും ജീവി തന്നെയല്ലേ, ചട്ടി കൊണ്ടുപോയി വറക്കുന്നുണ്ട്, അതൊക്കെ ജീവികൾ തന്നെയല്ലേ. അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഒന്നും തുടരുത്. പച്ചക്കറി എടുക്കരുത്, അതിലൊക്കെ പ്രാണികളൊക്കെ ഉണ്ടാവും, വളരെ കരുതണം പച്ചക്കറിയൊക്കെ എടുക്കുമ്പോൾ. ഒരു തേങ്ങാക്കൊലയും കിട്ടൂല അപ്പോൾ, കാരണം എന്താ, അവിടെ ഉണ്ടാവും വലിയ കിളിക്കൂടോ മറ്റോ ഒക്കെ. എന്നിട്ട് നോക്കിങ്ങൾ പശുവിനെ ഇറച്ചി പിന്നെ അറുത്തു എന്നും പറഞ്ഞ് കുന്നീൻ്റെ പേരിൽ ജീവപര്യന്തം. എന്താ ചെയ്യുക? അവിടെ തന്നെ സുഖമില്ലാത്ത പശുവിനെ പിന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ, ആശുപത്രിയിൽ നിന്ന് പിന്നെ മരിച്ച ഭാര്യ ഒരു ദലിത് സ്ത്രീയുടെ പിന്നെ ഡെഡ് ബോഡി സൈക്കിളിന്റെ ബാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോകാം, കിലോമീറ്ററുകളോളം തോളിലേറ്റി കൊണ്ടുപോകാം. അവിടെയാണ് പശു ആംബുലൻസ് പോകുന്നത്. ആൾക്കാർക്ക് തന്നെ തോന്നും പശു ആകുന്നതല്ല, എന്നാൽ കുറച്ചൊരു ഉഷാറായിട്ട് പോവുകയാണ്. നമ്മൾ മറ്റേ ഒരു മന്ത്രി ഉണ്ടല്ലോ പട്ടിയാക്ക് വേണ്ടി വല്ലാതെ വാദിക്കണ്ടേ, എനിക്കെന്നെ തോന്നി ഈ പട്ടിയാക്ക് കുറച്ച് ഉശിരപ്പോൾ കൂടിയോ, ചോദിക്കാനും പറയാൻ ആളുണ്ട് എന്നുള്ളൊരു മുഖത്ത് നോക്കിയാൽ തന്നെ തോന്നി നമുക്ക്. നായ്ക്കൾ മേനകാന്തി ഉള്ള സമയത്ത് കാരണം ഓൽക്കൊന്നും ഇപ്പം ഇനി പട്ടിൻ്റെ കടികൾക്ക് അവർ പുറത്തിറങ്ങൂലല്ലോ. ഇനി ഓൽക്കന്നെ ഈ കടി കിട്ടുകയാണെങ്കിൽ തന്നെ വേറെ ഉള്ളവർക്ക് കിട്ടിയിട്ട് ഓൽക്ക് കിട്ടുള്ളൂ, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അതുകൊണ്ട് ഓൽക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാധാരണക്കാരല്ല തെരുവിലുണ്ടാകുക, ഭയങ്കര പട്ടി സ്നേഹം എന്ന് പറഞ്ഞ പോലെ. അപ്പൊ മനുഷ്യന്റെ ജീവന് പലപ്പോഴും എന്തില്ല, വരല്ല. ഈ പറഞ്ഞ പോലെ നടക്കുകയാണെങ്കിൽ നോക്കുങ്ങൾ കണ്ണ് അടിച്ചു പൊട്ടിക്കണം. സ്കൂൾ കുട്ടികൾ വരെ ഒന്ന് പടി ഉണ്ടാവുമ്പോൾ കണ്ണുമുഖ കൊണ്ടുണ്ട്. പത്രത്തിൽ ഒരു കണ്ണ് പോയി, ആ കുട്ടീൻ്റെ കണ്ണുപോയി. അതങ്ങനെ വാർത്തയിൽ നിന്ന് മെല്ലെ മെല്ലെ എങ്ങനെയാണ് പോവാണത്, കണ്ണല്ലേ. ഇവിടെ ഒരാൾ കഴിഞ്ഞ ആഴ്ച ഈ വർക്ക്ഷോപ്പിൽ മറ്റേതുണ്ടല്ലോ പഞ്ചർ കടിയിൽ ടയറ് പഞ്ചർ തീർക്കാൻ വേണ്ടി അതിൽ കാറ്റടിക്കുന്ന സമയത്ത് പൊട്ടിയിട്ട് കണ്ണിനെ അടിച്ചിട്ട് അയാളെ ഒരു കണ്ണിൻ്റെ പുറത്തേക്ക് ചാടി മാതിരി അടിയുണ്ട്. അയാൾക്കാണെങ്കിൽ ഒരു കണ്ണിന് കാഴ്ച കമ്മിയുണ്ട്. മറ്റേ കുഴപ്പമില്ലാത്ത കണ്ണിനാണ് ഇത് പറ്റിയത്. കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ആ കണ്ണെല്ലാം കെട്ടിയിരിക്കുകയാണ്. അതിനെ ഡിസ്ചാർജ് ആക്കുകയാണ്. ആ ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് രോഗികളോട് പറയണത്രയല്ല, ഡോക്ടർമാരെ തുറന്നു പറയണം. അങ്ങനെ നിയമം ഉണ്ടെങ്കിലും ആളെയും ഇതൊക്കെ നോക്കാതെ പറഞ്ഞ പ്രശ്നമല്ല. ഈ ചെറുപ്പക്കാരനോട് ഡോക്ടർ പറഞ്ഞു, സംഗതി നീ കണ്ണ് മാറിയാലും കാഴ്ച തിരിച്ചിട്ടില്ല കേട്ടോ. ആപ്പണ് കുഴഞ്ഞ് വീണു, മരിച്ചു. ആണ് വീണു അവിടെ തന്നെ. ഇതങ്ങനെയില്ല അയാൾക്ക്, കാരണം അയാൾക്ക് മറ്റേ കണ്ണിന് കാഴ്ച കമ്മിയാണ്. ആ ചെറിയ കാഴ്ച ഇപ്പോൾ ഉള്ളൂ. ഇത് കെട്ടയിച്ചിട്ടാ കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. കാഴ്ച ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ. അതിനത്രയും പരിക്ക് പറ്റിയിട്ടുണ്ട് പറഞ്ഞാണ്. അയാൾ അതിന് കേട്ട് കണ്ട് അങ്ങനെ മരിച്ചു ചെയ്തു. ഇപ്പോൾ കേസും കൂട്ടൊക്കെ 8 കേസ്. ഡോക്ടർമാരെ കൊന്നേക്കാർ. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. ഒരു പിന്നെ തിരിച്ചറിവ് പറഞ്ഞൊരു സംഗതിയുണ്ട്. എടുത്തിട്ടാർക്ക് പറഞ്ഞാലേ എല്ലാവർക്കും താങ്ങായില്ല. ഒരു ഓട്ടോ ഡ്രൈവറിനോട് പറഞ്ഞു, അയാളെ പെണ്ണുങ്ങളെ പേര് 2002 പട്ടികയിലില്ല. അപ്പം അതിൻ്റെ ടൈം ആൾ FIR ഉണ്ട്. അപ്പോൾ ഈ പെണ്ണ് ഇയാളോട് പറഞ്ഞു, എൻ്റെ പേരില്ലല്ലോ പറഞ്ഞു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ഒന്നിനെ പേടിപ്പിച്ചു. സാറില്ല, ഇജ്ജ് മാത്രമൊന്നുമല്ല, കുറേ ഉണ്ട്. ഇപ്പം ഏതായാലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തി കൊണ്ടുപോയി തട്ടേ കരഞ്ഞിപ്പോൾ ഈ പെണ്ണുങ്ങളുടെ ബേജാറായി. കണ്ണുന്നൊക്കെ കണ്ണീരിന് വരാൻ തുടങ്ങി. ഇജ്ജ് പേടിച്ചൊന്നും വേണ്ട, വേറെയും കുറേ പെണ്ണുങ്ങളുണ്ടാവും. പിന്നെ ബസ്സിലൊക്കെ ഒന്നായിട്ട് കൊണ്ടുപോകുമ്പോൾ ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ട്രെയിനിലേ കാരണം കൊണ്ടുപോയി തട്ടേക്കാരം. എന്താ അപ്പോൾ വിധി അങ്ങനെ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാൾ എന്നോട് വലിയ അഭിമാനത്തോടെ പറയാം. ഞാൻ പറഞ്ഞ അങ്ങനെ പറയരുത്,
പിന്നെ നൂലൂതിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ പറ്റണം കൊടുത്താൽ കൊടുക്കും. തന്നെ അത്രത്തോളം പേടിക്കേണ്ടവരുണ്ട്. വല്ലാത്ത പോലെയാണ്. അങ്ങനെയൊന്നും പേടിച്ചാലും പറ്റൂലേ. ഈ തമാശ നമ്മൾ എല്ലാം തമാശാക്കരുത്, കാര്യമായി മാറും. പിന്നെ അതിന് വലിയ വില കണ്ടി പാവങ്ങളാണ് അവർ, പേടിപ്പിക്കാൻ പാടില്ല. പുറത്തുള്ളവരൊക്കെ ചിലർ നമ്മൾ പോകുന്ന കാത്തിക്കേണ്ടവരുണ്ട്. അത് ഞാൻ പറയാൻ കാരണം അപ്പോൾ ഒക്കെപ്പാട് അത് കൂടുമ്പോഴേക്കും ബേജാറാവും. ഏതായിരുന്നാലും നമ്മൾ കണ്ണിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, വലിയ വിലപ്പെട്ട ഒന്നാണല്ലോ. ഒരാളെ കണ്ണ് തകർത്ത അതേപോലെ അവൻ്റെ കണ്ണും ഖുർആൻ്റെ അതന്നെയാണ് തൗറാത്തിലും പറഞ്ഞത്, അതന്നെയാണ് ഖുർആനും പറഞ്ഞത്. പ്രതിക്രിയ എന്ന് പറഞ്ഞ അതാണ്. ഖുർആൻ പറഞ്ഞെന്താ, കിസാസിങ്ങൾക്ക് ജീവിതം ഉണ്ട് എന്നാണ്. നമുക്ക് തോന്നിപ്പോവും അത് കുറച്ച് പ്രാകൃതം. അല്ല, ഒരു പ്രാകൃതമല്ല. അങ്ങനെ ശിക്ഷ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ ഒരു കൂട്ടർ പറയാണ് പിന്നെ അച്ഛന് മകള് എന്നുള്ള അങ്ങനെയൊക്കെ പറയേണ്ട പോലെ ഉണ്ടല്ലോ, അച്ഛന് മകളായിട്ടും ബന്ധപ്പെടാം. അങ്ങനെ ചാനലിൽ വന്ന് പറഞ്ഞ ആൾക്കാർ പറയാണ്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല. അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവുമ്പോൾ പിന്നെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗുരുനാഥന് താൻ പഠിപ്പിക്കുന്ന, ഇപ്പോൾ അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളുടെ സ്ഥാനത്താണ്, ശരിക്കും രക്ഷിതാക്കളാണ്. കാരണം നമുക്ക് അധ്യാപകന്മാരെ ഭയങ്കര വിശ്വാസീകരണം, ഏത് മേഖലയിലാണെങ്കിലും ആ കുട്ടികൾക്കൊരു സംരക്ഷണം കിട്ടുന്നുള്ള. അപ്പം അങ്ങനത്തെവരിൽ നിന്ന് ഇത്തരം പീഡനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അന്ന് ആലോചിച്ച് നോക്കും. എന്താ ഇതൊക്കെ ശിക്ഷ നടപ്പിലാകാത്തതുകൊണ്ടാണ്. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഒരു സ്ത്രീ ഒരു കുട്ടിയെ കാട്ടിയത്, ഒരു സ്ത്രീ തൻ്റെ രണ്ടാമത്തെ ഭർത്താവ്, ആ ഭർത്താവിലുണ്ടായതല്ല ഇപ്പം ആ കുട്ടി, പക്ഷെ ആ കള്ള പെറ്റ കുട്ടിയുള്ളത്. ആ കുട്ടിയെ പിന്നെ പീഡിപ്പിക്കുന്ന ആരാണ്? രണ്ടാം ഭർത്താവ്. അതിന് കൂട്ടുകണ്ട ആരാണ്? ഈ സ്ത്രീ. ആലോചിച്ചോ. ആ കുട്ടിയോട് ആ കാര്യം പുറത്ത് പറയരുത്, പുറത്ത് പറഞ്ഞാൽ എൻ്റെ തലൻ്റെ ഉള്ളിലൊരു ചിപ്പ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ഓപ്പറേഷൻ ചെയ്തിട്ട്, ജന്ത് ആരോട് പറഞ്ഞാലും ഞങ്ങൾ മൊബൈൽ കിട്ടും. ഇതാണ് ഈ കുട്ടീനെ പറഞ്ഞ് പീഡിപ്പിച്ചിട്ടുണ്ട്. കുറേ കാലം പീഡിപ്പിച്ചു. അവസാനം പിന്നെ ഈ കള്ളി പുറത്തിയാടി. വിടാൻ പാടില്ല ഞങ്ങളൊക്കെ. ഓൽക്കൊക്കെ പുതിയ നിയമം ഉണ്ടാക്കേണ്ടി വരും, അങ്ങനത്തെ തന്താരും തള്ളാരൊക്കെ ശരിയാക്കാൻ. ഇതൊന്നും ഇന്നൊരു പ്രശ്നമല്ല. എന്നാലോ അതുകൊണ്ട് തന്നെ സമാധാനം നഷ്ടപ്പെട്ടും ചെയ്തു, സുരക്ഷിതത്വം എന്നൊന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാം നിർദ്ദേശിച്ചത് പ്രതിക്രിയ വേണം കൃത്യമായിട്ട്. അതുണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആളുകൾക്ക് ബേജാറുണ്ടോ. അപ്പോൾ തൗറാത്തിൽ പറഞ്ഞ വിധിയും ഇതാണ്. ആ ആയത്തിൽ പറയും, നോക്കൂ, അവർക്ക് തൗറാത്തിൽ നാം രേഖപ്പെടുത്തി ഒരു വ്യക്തിക്ക് പകരം ഒരു വ്യക്തി, അതായത് കൊലപാതകം നടന്നാൽ അങ്ങനെ തന്നെ. ഇനിയോ വല്ലൈന ബില്ലൈൻ, കണ്ണിന് പകരം കണ്ണ്, വൽ അൻഫ ബിൽ അൻഫ്, മൂക്കിന് പകരം മൂക്ക്, വൽ ഉദുന ബിൽ ഉദുൻ, ചെവിക്ക് പകരം ചെവി. അതായത് ഒരാള് മറ്റൊരാളെ ചെവി അടിച്ചു തകർത്താലേ അതിനുള്ള ശിക്ഷ മറ്റേ കണ്ണ് കറക്കല്ല, മാറരുത്, അവയവം അങ്ങനെ തന്നെ. പിന്നെ വൽ ജുറൂഹ ഖിസാസ്, ഇതര മുറിവുകൾക്കും എന്നുണ്ട്, പ്രതിക്രിയയുണ്ട്. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുല്ല. പിന്നീട് അല്ലാഹു പറയാണ്, ആരെങ്കിലും അഫ്വ് ചെയ്യുകയാണെങ്കിൽ അത് അവനിക്ക് കഫാറത്താകുന്നു. ഫമൻ തസദ്ദഖ അവിടെ ആ സ്വതക്ക കൊണ്ട് ഉദ്ദേശം അഫ്വാണ്. അവിടെ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? അഫ്വാണ്. അതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മാപ്പ് ചെയ്തു കൊടുക്കുക. അപ്പൊ ആരെങ്കിലും അങ്ങനെ മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കെന്താണ്? അതുകൊണ്ട് വലിയ പിന്നെ അതെന്താ പ്രായശ്ചിത്താണെന്നാണ്. ഇനി വേറൊരു അർത്ഥം എന്താ അറിയോ? വമൻ തസദ്ദഖ ഫഹുവ കഫാറത്തുല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തൻ്റെ ശരീരത്തിനെ ആ ഖിസാസിന് വേണ്ടി ആണ് വഴിപ്പെടുത്തി കൊടുത്താൽ അത് ഓന് പ്രായശ്ചിത്താണ്. എങ്ങനെ? ഇപ്പോ ഞാൻ ഒരാളെ പിന്നെ കൈയടിച്ചു മുറിച്ചു എന്ന് കൂട്ടിക്കോളെ, ശരിയാത്ത് നടപ്പുള്ളൊരു നാടാണെങ്കിൽ ഓൻ്റെ വലത്തെ കൈയാണ് ഞാൻ മൂട്ടിന് താഴെ മുറിച്ചിട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വലത്തെ കൈയും മൂട്ടിന് താഴെ ഞാൻ മുറിച്ചു, ഞാനല്ല കോടതി. അപ്പം എന്നോട് തൗബ ചെയ്യാൻ പറ്റി പറയും കോടതി. അപ്പം ഞാൻ എന്ത് ചെയ്തു? പഠിച്ചാൽ എൻ്റെ അങ്ങനെ സംഭവിച്ചു, ഇതിന് പകരം എൻ്റെ കൈ മുറിക്കുകയാണ്, അപ്പം എൻ്റെ തൗബ സ്വീകരിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അതിനാണ് വഴങ്ങി കൊടുത്തു. അവിടെ മസിൽ പിടിക്കാൻ നിന്നില്ല, കുതറി ഓടാൻ നിന്നില്ല. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശം? ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുല്ല. അപ്പോൾ ഞാൻ അതിനാണ് വഴങ്ങി കൊടുത്തു, എന്നാൽ അതെനിക്ക് കഫാറത്താണ്. അതായത് ഞാൻ ഓൻ്റെ കൈ വെട്ടിയതിന് ഇനി നാളെ പരലോകത്തിൽ കുറ്റം ഉണ്ടാവില്ല. തൗബ ചെയ്തു, ഇവിടുന്ന് ശിക്ഷ കിട്ടി ചെയ്തു.
ഇതാണ് രണ്ടാമത്തെ അർത്ഥം. ആദ്യത്തെ അർത്ഥം എന്താണ്? ഫമൻ തസദ്ദഖ, അതായത് അഫു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ എൻ്റെ കൈ പിന്നെ അല്ലെങ്കിൽ എൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു, കോടതിയിൽ ഇനി അയാളെ കണ്ണും കുത്തി പൊട്ടിക്കാൻ തെളിവുണ്ട്, അയാൾ എന്നെ സമ്മതിച്ചതാണ്, കോടതി വിധിക്കുകയാണ് അയാൾ ഈ വരച്ച കണ്ണ് കുത്തി പൊട്ടിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാനത് പുറത്തു കൊടുത്തിട്ടുണ്ട്, എന്നാൽ അതെനിക്കൊരു കഫാറത്താണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാനും വലിയ ഒരു വരുമാനമാണ്. അഫു ചെയ്യണ ഭയങ്കര പുണ്യാട്ടം. നമ്മളൊരാൾ ആക്രമിച്ചിട്ട് കോടതി അതിന് തിരിച്ചു കൊടുക്കാനൊക്കെ പാസ്സാക്കിയിട്ടും അതാണല്ലോ സൗദി അറേബ്യയിലോ അറബ് രാജ്യങ്ങളിലൊക്കെ ലാസ്റ്റ് വരെ അവരോട് ചോദിക്കുമല്ലോ, നിങ്ങൾ മാപ്പ് കൊടുക്കുന്നുണ്ടോ ആണ് അതിനൊരു ചാൻസ് കൊടുക്കും. എന്നാലും അതുപോലെ അവകാശമാണ്, ഓലെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതാ കൃഷ്ണപ്രിയയുടെ കാര്യത്തിലും നിമിഷപ്രിയ കാര്യത്തിലും പറഞ്ഞത്, ആ പെണ്ണിന് മാപ്പ് കിട്ടിയാണ്ട് ആ പെണ്ണ് കേരളത്തിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ അതിനെ പറയാൻ പോണ്ടേ നമ്മൾ? ഇല്ല, ഒരു മാപ്പ് കൊടുത്താൽ നമുക്കെന്താ? ഒരു മാപ്പ് കൊടുത്താൽ പിന്നെ നമുക്കതിനെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഓൽക്ക് ആ മാപ്പ് കൊടുത്ത് പിന്നെ മുസ്ലിം കുടുംബമാണെങ്കിൽ ഓൽക്കൊരു കൂലി ഉണ്ടാവും, അത്രേ ഉള്ളൂ. മാപ്പ് കൊടുക്കാത്തതിൻ്റെ പേരിൽ എന്തൊരു കടുത്ത മനസ്സാണത്, അത് പറയാൻ പാടില്ല. എന്താ കാരണം? ഓൽക്കൊരു ജീവൻ നഷ്ടപ്പെട്ടതാണ്, അതിൻ്റെ വേദന ഓൽക്കേ അറിയുള്ളൂ. ഫേസ്ബുക്കിൽ എഴുതേണ്ട ആൾക്കാർക്കും പറയേണ്ട ആൾക്കാർ ഉണ്ടാവില്ല, അവനാണെങ്കിൽ വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മധ്യനിലയാണ് ആ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം, മാപ്പ് കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ, അതെവിടെയൊക്കെ നടക്കണുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും അഫു ചെയ്യൽ അത് പൊതുവെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അഫു ചെയ്ത് കൊടുക്കുക, അതാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നത്. അല്ലാഹു തആല അവതരിപ്പിച്ചത് കൊണ്ട് വിധി നിർണയം നടത്തുന്നില്ലെങ്കിൽ ഫഉലൈക ഹുമുല്ലാലിമൂൻ, അവർ അക്രമകാരികളാകുന്നു, അവർ മഹാക്രമകാരികളാകുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകൈഫ യുഹക്കിമൂനക, നബിയെ എങ്ങനെയാണ് താങ്കൾ അവരിൽ വിധിക്കുക? എങ്ങനെയാണ് അവർ താങ്കളെ വിധികർത്താവാക്കുക? ആക്കൂല. എന്താ കാരണം? അവരിൽ താങ്കൾക്ക് വിധിക്കാൻ കഴിയില്ല. കാരണം എന്താ? അവരെ കൈവശം എന്തുണ്ട്? തൗറാത്തുണ്ട്. ഫീഹാ ഹുക്മുല്ലാഹ്, അതിൽ അല്ലാഹുവിന്റെ വിധിയുണ്ട്. പക്ഷേ തൗറാത്ത് പിന്നെ ഫീഹാ ഹുക്മുല്ലാഹ്, അതിൽ അല്ലാഹുവിന്റെ വിധിയുണ്ട്, അതിൽ അള്ളാഹിന്റെ വിധിയുണ്ട്. സുമ്മ യതവല്ലൗന മിൻ ബഅദി ദാലിക, അതിന്റെ ശേഷം അവർ പിന്തിരിഞ്ഞു. നോക്കൂ, അതിന്റെ ശേഷവും അവർ പിന്തിരിഞ്ഞു. പിന്നെ അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവരെന്തല്ല? മുഅ്മിനീങ്ങളല്ല. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂർ, തീർച്ചയായിട്ടും തൗറാത്തിനെ നാം ഇറക്കി, അതിലെന്തുണ്ട്? ഹുദയുണ്ട്, മാർഗദർശനമുണ്ട്, പ്രകാശവുമുണ്ട്. യഹ്കുമു ബിഹൻ നബിയൂൻ, നബിമാര് അതുകൊണ്ട് വിധിക്കും. ഏത് നബിമാര്? അല്ലദീന അസ്ലമൂ, അവര് എന്താണ്? വിധേയത്വം കാണിച്ചവരാണ് അവർ, മുസ്ലിമീങ്ങളാണ്. ലില്ലദീന ഹാദു, യഹൂദികളായ ആളുകൾക്ക് വിധി പ്രഖ്യാപിക്കും. എന്താണ്? വറബ്ബാനിയൂന വൽ അഹ്ബാറു ബിമസ്തുഹ്ഫിളൂ മിൻ കിതാബില്ലാഹ്, അതുപോലെ റബ്ബാനീയങ്ങൾ, അതുപോലെ തന്നെ അഹ്ബാർ പുണ്യവാന്മാരും പുണ്യവാളന്മാരും, അതുപോലെ തന്നെ പുരോഹിതന്മാരുമൊക്കെ അങ്ങനെ വിധിക്കും. കാരണം ആ തൗറാത്തിൽ എങ്ങനെയാണോ അവരോട് അനുശാസിക്കപ്പെട്ടത് അതിനനുസരിച്ച്. വകാനൂ അലൈഹി ശുഹദാ, അവർ അതിൻ്റെ മേൽ സാക്ഷികളാണ്. ഫലാ തഖ്ശവുന്നാസ വഖ്ശവൂൻ, നിങ്ങളൊരിക്കലും ജനങ്ങളെ പേടിക്കരുത്, എന്നെ പേടിച്ചോളൂ. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലാ, നിങ്ങൾ എന്ത് ചെയ്യരുത്? എൻ്റെ ആയത്തുകളെ തുച്ഛ വിലക്ക് വിൽക്കരുത്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ,
വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ച ഒന്നുകൊണ്ട് വിധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ സത്യനിഷേധികളാണ്. വകതബ്നാ അലൈഹിം ഫീഹാ, അവരുടെ മേൽ നാം എന്ത് ചെയ്തു? രേഖപ്പെടുത്തി. അതായത് അവർക്ക് നാം നൽകിയ വേദഗ്രന്ഥത്തിൽ അവരോട് അനുശാസിക്കപ്പെട്ട എന്താ? അന്നൻ നഫ്സ ബിൻ നഫ്സ്, ഒരു വ്യക്തിക്ക് പകരം ഒരു വ്യക്തിയെ. അതുപോലെ വൽ ഐന ബിൽ ഐൻ, കണ്ണിന് പകരം കണ്ണ്. വൽ അൻഫ ബിൽ അൻഫ്, മൂക്കിന് പകരം മൂക്ക്. വൽ ഉദുന ബിൽ ഉദുൻ, കാതിന് പകരം കാത്. വസ്സിന്ന ബിസ്സിൻ, പല്ലിന് പകരം പല്ല്. വൽ ജുറൂഹ ഖിസാസ്, മറ്റുള്ള മുറിവുകൾക്കും പ്രതിക്രിയകളുണ്ട്. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുല്ല, ഇനി ആരെങ്കിലും അഫ്വ് ചെയ്യുകയാണെങ്കിൽ അത് അവനിക്കൊരു പ്രായശ്ചിത്തമാണ്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട്, ഇറക്കിയത് കൊണ്ട് ഒരാൾ വിധി പ്രസ്താവം നടത്തുന്നില്ലെങ്കിൽ, വിധിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ അക്രമകാരികളാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكيف يحكمونك وعندهم التوراة فيها حكم الله ثم يتولون من بعد ذلك وما أولئك بالمؤمنين إنا أنزلنا التوراة فيها هدى ونور يحكم بها النبيون الذين أسلموا للذين هادوا والربانيون والأحبار بما استحفظوا من كتاب الله وكانوا عليه شهداء فلا تخشوا الناس واخشوني ولا تشتروا بآياتي ثمنا قليلا ومن لم يحكم بما أنزل الله فأولئك هم الكافرون وكتبنا عليهم فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له ومن لم يحكم بما أنزل الله فأولئك هم الظالمون. صدق الله العظيم.